بسم الله الرحمن الرحيم. മുസ്ലിമീങ്ങൾക്കേറ്റ പരാജയവും അതേപോലെ തന്നെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കൊന്നതും ഉൾപ്പെടെയുള്ള ഒരു വലിയ ഒരു സംഭവം നടന്നിരുന്നു. അതിനെ അനുസ്മരിച്ചുകൊണ്ടാണ് യുദ്ധം മുഹറം മാസത്തെ ദുശ്ശകുനത്തിന്റെ മാസമായിട്ട് ആചരിക്കാൻ തുടങ്ങിയത്. അത് ആചരിക്കുന്നത് മുഹറത്തിന്റെ ദുശ്ശകുനം ആചരിക്കുന്നതിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആളുകൾ ഷിഈ വിഭാഗമാണ്. ഷിയാക്കള് മുഹറം 9ഉം 10ഉം ആചരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ പല ഇടങ്ങളിലും അത് കണ്ടിട്ടുണ്ട്. 2 വർഷം അടുപ്പിച്ച് ഞാൻ അതിന് സാക്ഷിയായ ആൾ കൂടിയാണ്. നമ്മുടെ വേലൂര് ബാഖിയാത്തുസ് സ്വാലിഹാത്തിൽ പഠിക്കുന്ന സമയത്ത് കോളേജിന്റെ ചുറ്റുവട്ടം മുഴുവനും ഷീഇകളാണ്. അവര് 9ഉം 10ഉം ആചരിക്കുന്നത് കൃത്യമായി കാണാം. അതായത് കൈകളിൽ വിരലുകൾക്കിടയിൽ ബ്ലേഡുകൾ തിരികെ വെച്ച് നഗ്ന ശരീരത്തിൽ മാറത്തേക്ക് അടിക്കുക, ചങ്ങലകളില് കത്തി, ഇരുതല മൂർച്ചയുള്ള കത്തികൾ കരുതിയിട്ട് അതുകൊണ്ട് പുറത്തടിക്കുക, ശരീരം മുറിഞ്ഞ് രക്തം തെറിക്കുക. മുഹറം 1 മുതൽ തുടങ്ങും അടി, നെഞ്ചത്തടി. ആയുധം വെച്ചിട്ടുള്ള അടി ഈ സമയത്താണ് ഉണ്ടാകുന്നത്. ഖതീഫ് എന്ന് പറയുന്ന പ്രദേശമുണ്ട് സൗദി അറേബ്യയിൽ. ഖതീഫ് അവിടെ ഇവരുടെ ഒരു കേന്ദ്രമാണ്, ഷിയാകളുടെ കേന്ദ്രമാണ്. സത്യത്തിൽ മുസ്ലിം സമുദായത്തിന് ഇപ്പോ ഷിയാക്കൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഇടയില് മുജാഹിദ്, സമസ്ത, ജമാഅത്തെ ഇസ്ലാമിയൊക്കെ പോലെയുള്ള അഭിപ്രായ വ്യത്യാസമുള്ള ഒരു സംഘടന മാത്രമായിട്ടാണ് ഷിയാക്കളെ മുസ്ലിം സമുദായം കണ്ടിട്ടുള്ളത്. എന്നാൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ഇസ്ലാമിന്റെ പേരിൽ പ്രവർത്തിക്കുന്ന എന്നാൽ ഇസ്ലാം ഇല്ലാത്ത പ്രസ്ഥാനമാണ് ഷീ പ്രസ്ഥാനം. നിങ്ങൾ അറിയണത് ഇവിടെ മുസ്ലിങ്ങളുടെ ഇടയിൽ തന്നെ, നമ്മുടെ ഇടയിൽ തന്നെ ചില ആളുകൾക്ക് ഒരു തോന്നലുണ്ട് ഷിയാക്കളൊക്കെ നല്ല മനുഷ്യന്മാരാണെന്നുള്ളത്. നല്ല ആൾക്കാരാണ്. അവര് ഇവിടെ കയറി അടിച്ച് അവിടെ കയറി അടിച്ച് പ്രശ്നം ഉണ്ടാക്കി. ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പൊ ഞാനും നിങ്ങളും തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടെന്ന് കൂട്ടിക്കോ. നിങ്ങൾ എൻ്റെ ശത്രുക്കളാണ്, ഞാൻ നിങ്ങളുടെ ശത്രുക്കളാണെന്ന് കൂട്ടിക്കോ. നമ്മൾ തമ്മിൽ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് പെടാത്ത 3ാമത്തെ ഒരുത്തൻ എൻ്റെ ശത്രുവാണവൻ. എൻ്റെ ശത്രു വന്നിട്ട് നിങ്ങൾ അടിക്കുക, നിങ്ങളെ പരാജയപ്പെടുത്തുക. പിന്നെ അവർക്ക് സുഖമായില്ല എന്നെ അടിക്കാൻ. എന്നെ അടിച്ചു വീഴ്ത്താൻ എളുപ്പമായല്ലോ. സത്യത്തില് ഇപ്പൊ ഇറാനും ഇസ്രയേലും തമ്മിൽ നടന്ന യുദ്ധം, ആ യുദ്ധം ഇപ്പൊ അവസാനിച്ചു. ആ യുദ്ധത്തിന്റെ ലക്ഷ്യം പൂർത്തിയാക്കിയോ? എന്തായിരുന്നു ലക്ഷ്യമെന്ന് ആർക്കെങ്കിലും അറിയോ? അറിയില്ല. അത് ലക്ഷ്യം എന്താണെന്ന് മുസ്ലിം സമുദായം, ലോകം അറിയാതിരിക്കാൻ വേണ്ടി ഒരു മീഡിയയുടെ ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. ലക്ഷ്യം എന്താണെന്നുള്ളത് അറിയാൻ ഇസ്ലാമിലേക്ക് നോക്കിയാൽ മതി. ഇസ്ലാമിന്റെ ഫ്രെയിമിലൂടെ ഈ വിഭാഗത്തിനെ നോക്കിക്കണ്ടാൽ തന്നെ എന്തായിരുന്നു അവിടെ ലക്ഷ്യമെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. 1979 മുഹമ്മദ് റസ പഹ്ലവിയെ അട്ടിമറിച്ചുകൊണ്ട് ആയത്തുള്ള ഖുമൈനി ഇറാന്റെ അധികാരം കൈയാളുന്നത്. മനസ്സിലായില്ലേ? അതായത് ചില സത്യങ്ങൾ നമ്മൾ പറയുമ്പോൾ എല്ലാ ആളുകൾക്കും ഉൾക്കൊള്ളാൻ കഴിഞ്ഞോളണമെന്നില്ല. നമ്മൾ വൈകാരികതയുടെ മുകളിലാണ് പല ആളുകളും. വൈകാരികത, അവിടെ നമ്മൾ അങ്ങനെ അടിക്കണം, ഇവരിങ്ങനെ അടിക്കണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം അഹ്ലു സുന്ന എന്താണ്, അഹ്ലു ഷീഇ എന്താണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പോഴാണ് ഈ മുഹറത്തിന്റെ ദുശ്ശകുനങ്ങളും മുസ്ലിം ഉമ്മത്തിനെ എത്രത്തോളം ഇവർ തകർത്തിട്ടുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ.
മുഹമ്മദ് റസ പഹ്ലവിയെ അട്ടിമറിച്ചുകൊണ്ട് ആയത്തുള്ള ഖുമൈനി അവിടെ അധികാരത്തിൽ വരുമ്പോൾ ആ വിപ്ലവത്തെ അല്ലെങ്കിൽ ആ അട്ടിമറിക്കലിനെ വേൾഡ് ലെവലിൽ മീഡിയ പരിചയപ്പെടുത്തിയത് ഇസ്ലാമിക് വിപ്ലവം എന്നാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്? അത് ഇസ്ലാമിക് വിപ്ലവം എന്നാ പരിചയപ്പെടുത്തിയത്. ഇസ്ലാമിനും ഈ സംഭവത്തിനും എന്തെങ്കിലും ബന്ധമുണ്ടോ? ഒരു ബന്ധമില്ല, ഒരു ബന്ധമില്ല. ഇറാൻ ഒരു കാലഘട്ടത്തിൽ അഹ്ലുസുന്നയുടെ കയ്യിലായിരുന്നു. ഇറാൻ പിന്നീട് ഷിഈകളുടെ കയ്യിലായി. ഷിഈകളുടെ കയ്യിലായതിനു ശേഷം അഹ്ലുസുന്നയുടെ ഏകദേശം എൻ്റെ ഒരു അനുമാനപ്രകാരമാണെങ്കിൽ തന്നെയും 25 ലക്ഷത്തിലധികം ആളുകളെ കൊന്നുകളഞ്ഞിട്ടുണ്ട് ഷികൾ. മുസ്ലിങ്ങളാണെങ്കിൽ കൊല്ലു. 25 ലക്ഷത്തിലധികം അഹ്ലുസുന്നയുടെ ആളുകളെ കൊന്നിട്ടുണ്ട്. അവിടെ ഒരു മസ്ജിദിൽ ഷിയാക്കൾ ഭരണം പിടിച്ചതിന് ശേഷം അവിടുത്തെ ഏറ്റവും വലിയൊരു മസ്ജിദിലേക്ക് അവിടുത്തെ ഭരണാധികാരി കയറി ചെന്നു. ഭരണാധികാരി കയറി ചെന്നിട്ട് അയാൾ മിമ്പറിൽ നിന്ന് പ്രഖ്യാപിച്ചു, ഷീഇയത്തിലേക്ക് നിങ്ങൾ മാറുന്നില്ല എങ്കിൽ നിങ്ങളെ കൊന്നുകളയുമെന്ന്. മാറാൻ തയ്യാറായില്ല പലരും. കൂട്ടക്കുരുതിയ നടത്തിയത് ആ പള്ളിയിൽ. ഇതൊക്കെ ഷീഇകൾ ഈ സമുദായത്തിനോട് ചെയ്തതാണ്, അഹ്ലുസുന്നയോട് ചെയ്തതാണത്. ഇവിടെ വിശ്വാസപരമായും ആദർശപരമായും അനുഷ്ഠാനപരമായും നമ്മൾ അഹ്ലുസുന്നയ്ക്ക് അല്ലെങ്കിൽ ഇസ്ലാമിന് ഷീഇകളുമായിട്ട് ഒരു ബന്ധമില്ല. കലിമത്ത് തൗഹീദ്, അവരുടെയും നമ്മുടെയും കലിമത്ത് തൗഹീദ് തമ്മിൽ എന്താ ബന്ധം? നമ്മുടെ കലിമത്ത് തൗഹീദ് എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്. ഈ രണ്ട് വാചകം ചൊല്ലിക്കഴിഞ്ഞാൽ അവൻ മുസ്ലിമായി, അല്ലേ? ഇതിലേതെങ്കിലും ഒന്നിനെ നിഷേധിച്ചാൽ അവൻ കാഫിറായി, അല്ലേ? അങ്ങനെയല്ലേ? എന്നാൽ ഷീഇകൾ 12 വിഭാഗമാണ്. ഇസ്നാശരികളാണ്. ഷിഈയത്ത് അവരുടെ കലിമത്ത് തൗഹീദ് 2 തരത്തിലുണ്ട്. അതിൽ അസ്ലിയായ ഷീകളുടെ കലിമത്ത് തൗഹീദ് എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ് അലി വലിയുള്ളാഹ്. കട്ടി കുറഞ്ഞ ഷീകളുടെ കലിമത്ത് തൗഹീദിലാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് വ അലിയുൻ വലിയുള്ളാഹ്. അപ്പോഴും അലി വലിയുള്ളാഹ് ഉണ്ട്. അവരുടെ വാങ്ക് കേട്ടിട്ടുണ്ടോ? ഇന്ത്യയിലുള്ള പല സ്ഥലങ്ങളിലും ഷിയാക്കളുടെ വാങ്ക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് വ അലിയുൻ വലിയുള്ളാഹ് എന്ന് തുടങ്ങുന്ന വാചകങ്ങൾ കൊണ്ടാണ്. അപ്പൊ പിന്നെ അവർ മുസ്ലിങ്ങളാവൂ? ലാ ഇലാഹ ഇല്ലല്ലാഹ് അലി വലിയുള്ളാഹ് എന്ന് പറയുന്ന വിഭാഗം മുസ്ലിങ്ങളാവൂ? ഇസ്ലാമിന്റെ അടിസ്ഥാനം അതാണല്ലോ. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് അലി വലിയുള്ളാഹ് എന്ന് പറയുന്ന ഷിയാക്കളെ എങ്ങനെ മുസ്ലിങ്ങളായിട്ട് അംഗീകരിക്കാൻ പറ്റും? ലാ ഇലാഹ ഇല്ലല്ലാഹ് അലി വലിയുള്ളാഹ് എന്ന് വിശ്വസിക്കുന്ന ഹൂസികളെ എങ്ങനെ മുസ്ലിങ്ങളായിട്ട് അംഗീകരിക്കാൻ പറ്റും? ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ രക്തം തിളക്കണ ഒരു വർത്താനം കൂടെ പറയാം. ലാ ഇലാഹ ഇല്ലല്ലാഹ് അലി വലിയുള്ളാഹ് എന്ന് പറയുന്ന ഹമാസുകാരെ എങ്ങനെ മുസ്ലിങ്ങളായിട്ട് അംഗീകരിക്കാൻ പറ്റും? അവരുടെ അടിസ്ഥാനം എങ്ങനെയാണല്ലോ. മുഹമ്മദ് റസൂലുള്ളാഹി അവർ കൂട്ടിച്ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഹമാസിന് വേണ്ടി അങ്ങനെ അങ്ങോട്ട് ജിഹാദ് ചില ആളുകൾക്ക്. ഞാൻ പറയാം, വിഷയത്തിലേക്ക് വരാം. ഇവരുടെ ലക്ഷ്യം, ഇപ്പൊ ഈ കഴിഞ്ഞ യുദ്ധം ഉൾപ്പെടെയുള്ള ആളുകളുടെ ലക്ഷ്യം 2 പ്രധാനമായ കാര്യങ്ങളാണ് ലക്ഷ്യം. ഒന്ന്, വംശീയമായി ഇല്ലായ്മ ചെയ്യുക. അത് ഇറാന്റെ കഴിഞ്ഞ കാല ചരിത്രം വായിച്ചാൽ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ചരിത്രം പഠിക്കൂല ഒരാളും. സോഷ്യൽ മീഡിയ നോക്കിയിട്ട് പണ്ഡിതന്മാരെ ചീത്ത പറയാൻ വേണ്ടി ഇറങ്ങി വരും. പണ്ഡിതന്മാരെ ഹക്കാണ് പറയുന്നത്. ചരിത്രപരമായ വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഉലമാക്കൾ ഒരു വിഷയം പറയുന്നത്. എന്നിട്ട് സോഷ്യൽ മീഡിയയിൽ നോക്കിയിട്ട് വികാരം ഉൾക്കൊണ്ടുവന്നിട്ട് ഇങ്ങനെ വന്നിട്ട് നമ്മുടെ നേരെ ഇങ്ങനെ പറയും, ഇത് അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ നിങ്ങൾ അങ്ങനെ പറഞ്ഞ ശരിയായില്ല. പക്വതയുള്ള ആലിമീങ്ങൾ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇപ്പോഴും നമ്മുടെ പ്രസ്ഥാനത്തിൽ അല്ലെങ്കിൽ അഹ്ലുസുന്നയിൽ ആളുകൾ നിലനിൽക്കുന്നത്. ഞാനിവിടെ ഒരു സംഘടനയല്ല കേട്ടോ പറയണത്. നമ്മുടെ കേരളത്തിലുള്ള ഒരു സംഘടനയല്ല ഞാൻ പറയണത്.
കേരളത്തിലുള്ള മുജാഹിദായാലും മുജാഹിദിലെ എല്ലാ കക്ഷികളായാലും ജമാഅത്തെ ഇസ്ലാമിക്കാരായാലും സമസ്ത ഏത് വിഭാഗമായാലും അവരെ മൊത്തം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ പറയുന്നത്. അഹ്ലുസുന്ന, അവരൊക്കെ അഹ്ലുസുന്നയാണ്. ഈ പറയുന്നതെല്ലാം അഹ്ലുസുന്നയാണ്. ചില അപാകതകൾ അവരുടെ വിശ്വാസപരമായും അനുഷ്ഠാനപരമായും ഉണ്ട്, മറ്റുള്ളവരിൽ നിന്ന് കടന്നുകൂടിയതുണ്ട്. അത് തിരുത്തിയാൽ മതി എന്നുള്ളൂ. ഇവരുടെ ലക്ഷ്യം ഒന്ന് വംശീയമായിട്ട് നമ്മൾ ഇല്ലായ്മ ചെയ്യുക, അതിങ്ങനെ നടപ്പിലാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. രണ്ടാമത്തേത് ആദർശപരമായിട്ട് ഇല്ലാണ്ടാക്കുക. ആദർശപരമായി ഇല്ലാതെയാക്കിയാൽ വംശീയമായി നമ്മൾ ഇല്ലാതെയാക്കാൻ എളുപ്പമാണ്, സിമ്പിളാണ്. ആദർശം മുമ്പിലുണ്ടോ, നമ്മൾ ശക്തമായ ആദർശത്തിന്റെ ആളുകളാണ് എങ്കിൽ നമ്മളെ തൊടാൻ ഒരെണ്ണത്തിനും കഴിയില്ല എന്നുള്ളത് അവർക്ക് നന്നായിട്ട് അറിയാം. ഇത്രയും പറഞ്ഞ ഈ വർത്തമാനം ഞാൻ എൻ്റെ സ്വന്തം ഒരു അഭിപ്രായം പറഞ്ഞല്ല. ശുദ്ധ ഖുർആനിലെ അൽ ബഖറയിലെ 109 വചനം, 217 വചനവും 109 വചനവും ഞാൻ അതൊന്ന് വായിക്കാം. 117 വചനത്തിന്റെ പകുതി മുതൽ ഒന്ന് നോക്കിയാൽ മതി. ആദ്യം മുതൽ എടുക്കണ്ട, കാരണം ആദ്യം മുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല ഇവിടെ. പകുതി മുതൽ എടുക്കാം. വൽ ഫിത്നത്തു അശദ്ദു അക്ബർ മിനൽ ഖത്ൽ. ഫിത്ന കൊലപാതകത്തെക്കാൾ മാരകമാണ്. എത്രയോ ശ്രദ്ധേയമായൊരു വാക്കാണത്. അതുപോലെ തന്നെ 197 വചനത്തിലും പറയുന്നുണ്ട് അൽ ഫിത്നത്തു അശദ്ദു മിനൽ ഖത്ൽ. ഒരെണ്ണത്തിൽ പറഞ്ഞത് അക്ബർ മിനൽ ഖത്ൽ, മറ്റൊരായത്തിൽ പറഞ്ഞത് അശദ്ദു മിനൽ ഖത്ൽ. ഫിത്ന കൊലപാതകത്തെക്കാൾ മാരകമാണ്, ഗൗരവമാണ്. ഒരു കൊലപാതകം നടന്നു, ചിലപ്പോൾ ആ കൊലപാതകത്തോടുകൂടെ അത് അവസാനിക്കും. പക്ഷെ ഒരു ഫിത്ന ഉണ്ടാക്കിയാലോ, ഇവിടെ ആലോചിച്ച് നോക്ക്. ഈ വരുന്ന വഴിക്ക് ഇന്ന ഒരാൾ അങ്ങോട്ട് കൊന്നു, ആ കൊന്ന് അയാൾ മരിച്ചു, മറവ് ചെയ്തു, കഴിഞ്ഞു. കൊലപാതകയെ പോലീസ് അറസ്റ്റ് ചെയ്തു, മാതൃകാപരമായി ശിക്ഷിച്ചു, അതവിടെ അവസാനിച്ചു. അതേസമയം ആ വരുന്ന എൻ്റെ നേരെ നിങ്ങളോട് ഇവിടെ വന്നിട്ട് കൂട്ടം കൂടിയിട്ടുണ്ട് ആ പറഞ്ഞ ചങ്ങായി ഉണ്ടല്ലേ, മൂപ്പര് ഭയങ്കര കള്ളുടിയനാണ് കേട്ടോ, ഞാൻ കണ്ടിട്ടുണ്ട്, മൂപ്പര് എൻ്റെ കൂടെ ഇരുന്നിട്ട് വ്യഭിചരിച്ചിട്ടുണ്ട്, ആ ഒരു ഫിത്നയാണ് അങ്ങോട്ട് പറഞ്ഞു. അത് എന്നെ കൊല്ലുന്നതിനേക്കാൾ ഗൗരവമല്ലേ? ഗൗരവമാണ്. മുസ്ലിം സമുദായം അഭിമുഖീകരിച്ച പ്രശ്നങ്ങളിലെ ഏറ്റവും വലിയ പ്രശ്നം ഫിത്നയാണ്. എന്നിട്ട് അള്ളാഹു പറയുന്നു വലാ യസാലൂന യുഖാതിലൂനകും ഹത്താ യറുദ്ദൂകും അൻ ദീനികും ഇനിസ്തതാഉ. ആ ആയത്തിന്റെ ആരംഭത്തിൽ പറഞ്ഞത് അഹ്ലി കിതാബികളെ സംബന്ധിച്ച, ജൂതന്മാരെ സംബന്ധിച്ചും നസാറാക്കളെ സംബന്ധിച്ചാണ് പറയണത്. എന്നിട്ട് അള്ളാഹു പറയുകയാണ് വലാ യസാലൂന യുഖാതിലൂനകും, അവർ നിങ്ങളോട് യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കും, നിങ്ങളോട് യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കും. എത്രത്തോളം? ഹത്താ യറുദ്ദൂകും അൻ ദീനികും ഇനിസ്തതാഉ, അവരെ കൊണ്ടാകുന്നത് പോലെ നിങ്ങളുടെ ദീനിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരുന്നത് വരെ യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കും. ദീനിന്ന് പുറത്തി അടിക്കുക നമ്മളെ. ആ ദീനിന്ന് നമ്മൾ പുറത്ത് ചാടാനുള്ള എല്ലാ പണികളും അവർ ചെയ്തുകൊണ്ടേയിരിക്കും. അത് ഭൗതികമായും യുദ്ധം ചെയ്യും, ഫിസിക്കലി ശാരീരികമായി യുദ്ധം ചെയ്യും, മാനസികമായി യുദ്ധം ചെയ്യും. അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. 107 വചനത്തിലും അള്ളാഹു പറയുന്നു വദ്ദ കസീറും മിൻ അഹ്ലിൽ കിതാബി, അഹ്ലി കിതാബുകളിൽ ഭൂരിപക്ഷം ആളുകളും ആഗ്രഹിക്കുന്നത് ലൗ യറുദ്ദൂനകും മിൻ ബഅദി ഈമാനികും കുഫാറാ, നിങ്ങൾ മുഅ്മിനീങ്ങളായതിനു ശേഷം നിങ്ങൾ കുഫ്രിയത്തിലേക്ക് മടങ്ങുന്നതിനാണ് അവർ ആഗ്രഹിക്കുന്നത്. നമ്മൾ കാഫിറുകളാകണം, അതാണ് അവർ ആഗ്രഹിക്കുന്നത്. അതിനു വേണ്ടിയുള്ള കളിയാണ് ലോകമെമ്പാടും നടന്നുകൊണ്ടിരിക്കുന്നത്. സൂംബ നൃത്തം ഉൾപ്പെടെ, അതുൾപ്പെടെ വിവാദമാക്കേണ്ട ആവശ്യമില്ലായിരുന്നു, പക്ഷെ വിവാദമാക്കിയ സാഹചര്യത്തിൽ നമ്മൾ പറയാണ് അതിലുൾപ്പെടെ ഈ തോന്നിയാസത്തിലൂടെ നമ്മുടെ ദീനിൽ നമ്മളെ പുറത്തു കൊണ്ടുവരിക. അതിനുള്ള എല്ലാ പണികളൂടെ നടക്കും. അതിൽ ഒന്നാമത് പറഞ്ഞ വംശഹത്യ, ജനോസൈഡ് എന്നാണ് ഐക്യരാഷ്ട്രസഭ 1948 ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിന് നൽകിയ പേര് ജനോസൈഡ്. അതിന്റെ ഗൗരവവും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഐക്യരാഷ്ട്രസഭ. വംശഹത്യ അതിവിടെ പ്രാബല്യത്തിൽ കൊണ്ടുവന്നു. ശരിക്കും നമ്മൾ അറിയാത്ത, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു വംശഹത്യയെ സംബന്ധിച്ച്. അവിടെ
വംശഹത്യ എങ്ങനെ നടപ്പിലാക്കണം എന്ന് കൃത്യമായി ഇവിടുത്തെ അഹ്ലി കിതാബികൾക്ക് അറിയാം. ഹിറ്റ്ലർ അതിന്റെ ഒരു മോഡൽ അഹ്ലി കിതാബികളെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഹിറ്റ്ലർ ആരാ? മുസ്ലിമോ ഹിന്ദുവോ അല്ല, ബുദ്ധമതക്കാരനും അല്ല. ഹിറ്റ്ലർ ആരാണ്? ക്രിസ്ത്യാനിയാണ്. വലതുപക്ഷ ക്രൈസ്തവ കാഴ്ചപ്പാടുകാരനായ ഹിറ്റ്ലർ ജൂതന്മാരെ, ഏകദേശം 70 ലക്ഷത്തോളം ജൂതന്മാരെ ഹോളോകോസ്റ്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന വംശഹത്യക്ക് വിധേയമാക്കി. അതിനുവേണ്ടി കോൺസെൻട്രേഷൻ ക്യാമ്പുകളും ഗ്യാസ് ചേംബറുകളും ഒരുക്കി ജൂതന്മാരെ കൊന്നു. ഹിറ്റ്ലറിന്റെ പ്രധാനപ്പെട്ട പണി രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് അരി അരക്കണ മിഷ്യൻ, അരി അരക്കണ കരിമ്പൊക്കെ അരക്കണ മിഷ്യൻ ഉണ്ടല്ലോ, അതുപോലത്തെ വലിയ മിഷ്യനുകൾ ഉണ്ടാക്കിയിട്ട് ജൂതന്മാരെ അതിലിട്ട് അരയ്ക്കും. അരച്ചിട്ട് അതിന്റെ ചാറെടുത്തിട്ട് കൃഷിയിടത്തിൽ പമ്പ് ചെയ്ത് കൃഷി ഉൽപ്പാദിപ്പിക്കും. ആ ഫുഡ് ഉണ്ടാക്കി കഴിക്കുമായിരുന്നു അയാള്. അത്രമാത്രം ജൂതവിരോധിയായിരുന്നു. ഇപ്പോഴും നമ്മുടെ കൽബിലേക്ക് ആ വിരോധം വന്നിട്ടില്ലല്ലോ. ഖുർആൻ പറഞ്ഞു വിരോധം വേണം, ഹദീസ് പറഞ്ഞു വിരോധം വേണം, അവനോട് എതിരാകണം, അവനുമായി ഒരു തരത്തിലും കോംപ്രമൈസ് ആകരുത്. എന്നിട്ടും നമ്മുടെ ആൾക്കാർ ഇപ്പോഴും അവന്റെ പുറകെ തന്നെ, അത് വിട്ടുപോകില്ല. ഹിറ്റ്ലറിന്റെ ഓഫീസിന്റെ മേശപ്പുറത്ത് വെക്കണ പേപ്പർ വെയിറ്റ് ഉണ്ടല്ലോ, പേപ്പർ വെയിറ്റ്, കടലാസ് പാറിപ്പോണ്ടിരിക്കാൻ വെക്കണ ഒരു കട്ട ഉണ്ടാവുമല്ലോ, പേപ്പർ വെയിറ്റ്, ജൂതന്റെ തലയോട്ടിയാ. അപ്പൊ പിന്നെ അവന്റെ വിരോധത്തിലുണ്ട്. ഹിറ്റ്ലറിനെ പറ്റിയുള്ള അറിയാലോ, അയാൾ അവസാനം 10% ജൂതന്മാരെ ബാക്കിയാക്കിയിട്ടാണ് പോയത്. എന്തിനാന്ന് അയാൾ പറഞ്ഞു, ജൂതനെ ഞാൻ കൊല്ലുന്നതിന്റെ കാരണം എന്താണെന്ന് ലോകം അറിയണം, ഈ 10% മതി. പറഞ്ഞില്ലേ ജൂതനെ അയാൾ കൊല്ലാൻ കാരണം? ഈ ഒരു വംശഹത്യ, ജൂതനെ കൊന്ന ആ വംശഹത്യ പിന്നീട് ലോകത്ത് ബാക്കി എല്ലാ ഇസ്ലാം വിരോധികളും ഏറ്റെടുത്തു. ബുദ്ധമത തീവ്രവാദികൾ മ്യാൻമറിൽ മുസ്ലിമീങ്ങളെ കൂട്ടക്കുരുതിക്ക് ഇരയാക്കി, അല്ലെ? കൂട്ടിയിട്ട് കത്തിച്ചു, വലിയ വലിയ കുഴി വെട്ടിയിട്ട് 100 കണക്കിന് മ്യാൻമറിലെ റോഹിംഗ്യൻ മുസ്ലിമീങ്ങളെ ആ കുഴിയിലേക്ക് ജീവനോടെ തള്ളിയിട്ട്, അല്ലെ? പിന്നെ ബോട്ടുകളിൽ കയറ്റിയിട്ട് 100 കണക്കിന് മുസ്ലിമീങ്ങളെ ബോട്ടുകളിൽ കയറ്റി നടുക്കടലിലേക്ക് തള്ളിവിട്ടിട്ട് ആ ബോട്ടിന് തീയിട്ടു. ഭക്ഷണം പോലും നൽകാതെ, ഭക്ഷണം പോലും ഇല്ലാതെ നടുക്കടലിൽ പോയി സ്വന്തം ശരീരം പോലും കടിച്ചു കീറി സ്വയം ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥയിലേക്ക് മുസ്ലിമീങ്ങൾ പോയി. അങ്ങനെ ഇന്ന് മ്യാൻമർ റോഹിംഗ്യൻ മുസ്ലിമീങ്ങൾ ലോകത്ത് ചർച്ചയുണ്ടോ? അവരെ പറ്റി ഏതെങ്കിലും രാഷ്ട്രങ്ങൾ അപലപിച്ചോ? ഇല്ല, ഒരു രാഷ്ട്രം അപലപിച്ചില്ല. അവർക്കെതിരെ ശക്തമായി പ്രതികരിക്കാൻ ഏതെങ്കിലും രാഷ്ട്രം വന്നോ? ഇല്ല. വംശഹത്യയുടെ പൊതു സ്വഭാവമാണ് ഈ പറയണത്. 2002 ഗുജറാത്ത് കലാപം നടക്കുന്നത്. ഗുജറാത്ത് കലാപം 2002 നടക്കുമ്പോൾ മുസ്ലിമീങ്ങളെ തെരഞ്ഞു പിടിച്ച് വംശഹത്യക്ക് വിധേയമാക്കുകയായിരുന്നു ചെയ്തത്. തീയിട്ട് കൊല്ലുക ചെയ്തത്, അല്ലേ? തീയിട്ട് കൊന്ന് ഒരു പെണ്ണിന്റെ വയറ് കുത്തി തുറന്ന്, ഗർഭിണിയായ പെണ്ണിന്റെ വയറ് കുത്തിക്കീറി, കുന്തത്തിൽ കുത്തി, ശൂലത്തിൽ കുത്തി ഗർഭസ്ഥ ശിശുവിനെ എടുത്തിട്ട് തീയിലിട്ട് കത്തിച്ചു. നടന്നതാണ് നമ്മുടെ. ഇതൊക്കെ ഒരു ആലങ്കാരികമായി പറയുന്നല്ലോ, നമ്മുടെ ഈ ഇന്ത്യ രാജ്യത്ത് നടന്ന സംഭവം വംശഹത്യ. ലോകത്ത് ഏതെങ്കിലും രാജ്യം അപലപിച്ചോ? ഈ വംശഹത്യക്ക് വിധേയാക്കിയ അതിന്റെ ആ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് ഇന്ത്യ ഭരിക്കുന്ന മോഡി, അവനെ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ, അറബ് രാജ്യങ്ങൾ ഉൾപ്പെടെ അവനെ പരവതാനി വിരിച്ച് സ്വീകരിക്കുന്നു, അല്ലേ? എന്തുകൊണ്ട്? ലോകം മിണ്ടില്ല, നിശബ്ദമാണ് ലോകം അത്തരം വിഷയങ്ങളിൽ. ആരും പ്രതികരിക്കൂല, കണ്ടുകൊണ്ടിരിക്കാൻ ആളുകൾ ഉണ്ടാവും. ഞാൻ 2 പോയിന്റ് ഇവിടെ പറഞ്ഞു കേട്ടോ. ഒന്ന്, വംശഹത്യക്ക് വിധേയമാക്കുന്നത് പലയിടങ്ങളിലും തീയിട്ടിട്ടാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. ഗ്യാസ് ചേംബറിൽ കൊന്നത്, കോൺസെൻട്രേഷൻ ക്യാമ്പിൽ കൊന്നതൊക്കെ തീയിട്ടിട്ടും മറ്റൊക്കെയാണ്. മ്യാൻമറിൽ തീയിട്ടിട്ടാണ് കൊന്നത്, ഗുജറാത്തിൽ തീയിട്ടിട്ടാണ് കൊന്നത്.
52 മാസമായി പലസ്തീനിൽ മുസ്ലിമീങ്ങളെ ഇസ്രായേലുകാര് ജൂതന്മാര് കൊന്നുകൊണ്ടിരിക്കുകയാണ്. അതും തീയിട്ടിട്ടാണ്, ബോംബ് അല്ലേ, സ്ഫോടന വസ്തുക്കൾ ഉപയോഗിച്ചിട്ടല്ലേ കൊന്നുകൊണ്ടിരിക്കുന്നത്. ലോകം പ്രതികരിച്ചോ? ദക്ഷിണാഫ്രിക്ക എന്ന ഒറ്റ രാജ്യമല്ലാണ്ട് ലോകത്തെ ഏതെങ്കിലും രാജ്യം അവർക്കെതിരെ പ്രതികരിച്ചോ? ദക്ഷിണാഫ്രിക്കയാണ് അവർക്കെതിരെ ഒരു കേസ് കൊടുക്കാൻ വേണ്ടി പോയത്, വേറൊരു രാജ്യം പോയിട്ടില്ല, പ്രതികരിച്ചിട്ടില്ല. വംശഹത്യയുടെ പൊതു സ്വഭാവം അതാണ്. അത് നമ്മൾ അറിയണം. ഈ പൊതു സ്വഭാവത്തെയാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, വലാ യസാലൂന യുഖാതിലൂനകും ഹത്താ യറുദ്ദുകും അൻ ദീനികും ഇൻ ഇസ്തതാഉ. നിങ്ങളുടെ ദീനിൽ നിന്നും നിങ്ങളെ പുറത്തു കൊണ്ടുവരുന്നത് വരെ അവർ നിങ്ങളുമായി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കും, നിങ്ങളെ കൊന്നുകൊണ്ടിരിക്കും, ആദർശപരമായി നിങ്ങളോട് പോരാടിക്കൊണ്ടിരിക്കും അവര്. ഇത് കൃത്യമായി ഖുർആൻ പറഞ്ഞ കാര്യമാണ്. അപ്പൊ ഈ 3 പോയിന്റുകൾ, ഒന്ന് തീയിട്ട് കൊല്ലുക, 2 ലോകം ആരും പ്രതികരിക്കാതെ നോക്കിക്കൊണ്ടിരിക്കുക, 3ാമത്തെ കാര്യം കൊല്ലുന്നതിന്റെ മാനദണ്ഡം ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയിരിക്കുക. മ്യാൻമറിൽ കൊന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പേരിലല്ലേ? അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആൾക്കാരായതുകൊണ്ടാണ്. അവർ പറയുന്നത് ഞങ്ങളെല്ലാം ബുദ്ധന്മാരായിക്കോളാം എന്ന് പറഞ്ഞാൽ അവരെ കൊല്ലുവോ? ഇല്ല. ഗുജറാത്തിൽ കൊന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആളുകളായതുകൊണ്ടല്ലേ? വേറെ ആരും കൊന്നില്ലല്ലോ. പലസ്തീനിൽ കൊല്ലുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആൾക്കാരായതുകൊണ്ടല്ലേ? ഇനി സൂറത്തുൽ ബുറൂജ് നിങ്ങളൊന്ന് വായിച്ചു നോക്കിയേ. സൂറത്തുൽ ബുറൂജ് ഒന്ന് ഓതി നോക്കി. ഖുതില അസ്ഹാബുൽ ഉഖ്ദൂദ്. അതിന് മുമ്പുള്ളതൊന്നും നമുക്ക് എടുക്കണ്ട. വസ്സമാഇ ദാത്തിൽ ബുറൂജ് വൽ യൗമിൽ മൗഊദ് വശാഹിദിൻ വമശ്ഹൂദ് ഖുതില അസ്ഹാബുൽ ഉഖ്ദൂദ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അതിന്റെ ഒരു പോയിന്റ് പറഞ്ഞു. അസ്ഹാബുൽ ഉഖ്ദൂദ്, കിടങ്ങുവാസികൾ നശിക്കട്ടെ. അന്നാരി ദാത്തിൽ വഖൂദ്, ഒന്നാമത്തേത് തീ കത്തിച്ചുകൊണ്ടാണ് അവരെന്ത് ചെയ്തത്? ആ കൊലപാതകത്തിന് തുടക്കം കൊടുത്തത്. അന്നാരി ദാത്തിൽ വഖൂദ് ഇദ്ഹും അലൈഹാ ഖുഊദ് വഹും അലാ മാ യഫ്അലൂന ബിൽ മുഅ്മിനീന ശുഹൂദ്. മുഅ്മിനീങ്ങളോട് ചെയ്യുന്ന ഈ ക്രൂരത കണ്ടുകൊണ്ട് നിന്നു, ആരും പ്രതികരിച്ചില്ല, കണ്ടുകൊണ്ട് നിന്നു. വമാ നഖമു മിൻഹും ഇല്ലാ അൻ യുഅ്മിനു ബില്ലാഹിൽ അസീസിൽ ഹമീദ്. പ്രതാപശാലിയായ സുസ്ഥിരഹനായ അള്ളാഹുവിൽ വിശ്വസിച്ചു എന്ന ഒറ്റ കുറ്റം മാത്രമേ അവർ ചെയ്തിട്ടുള്ളൂ. അപ്പൊ വംശഹത്യ അതിനൊരു പാരമ്പര്യമുണ്ട് എന്ന് ഖുർആൻ പറയുന്നു. ഇത് അസ്ഹാബുൽ ഉഖ്ദൂദിന്റെ ചരിത്രമാണ് പറഞ്ഞത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിക്കുന്നതിന്റെയും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവത്തെയാണ്. സത്യത്തിൽ ജൂതൻ ഇത് നടപ്പിലാക്കുന്നു ഇവിടെ. അതായത് മനുഷ്യരെ, മുഅ്മിനീങ്ങളെ വംശപരമായി ഇല്ലാണ്ടാക്കുക. അതപ്പണി അവൻ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ആ പണി അവൻ എല്ലായിടങ്ങളിലും നടപ്പിലാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ 1.5 കോടി വരുന്ന ജൂതൻ, അതിൽ വളരെ ന്യൂനപക്ഷമായ സയനിസ്റ്റുകൾ, 200 കോടി മുസ്ലിമീങ്ങൾക്ക് വെല്ലുവിളിയാകുമെങ്കിൽ അതിന്റെ ഗൗരവം എത്രത്തോളം ഉണ്ട്? 200 കോടി മുസ്ലിങ്ങളാണ് നമ്മൾ, നമുക്കെതിരെയാണ് അവൻ. എന്നിട്ടും അവന് പച്ചപ്പരിവാദി വിരിക്കാനും അവനുമായി കരാറിൽ ഒപ്പിടാനൊക്കെ നമ്മുടെ ആൾക്കാർ തയ്യാറും. അവന്റെ വിശ്വാസപരമായി കൊണ്ടുള്ള പലതിലും നമ്മൾ സ്വീകരിക്കാൻ ആൾക്കാർ, നമ്മളെ കൊല്ലാൻ അവൻ നടക്കുകയും ചെയ്യും. ഒന്ന്. രണ്ടാമത്തേത്, ആദർശപരമായിട്ട് നമ്മളെ ഇല്ലായ്മ ചെയ്യുക. ഷിയായിസം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ ഒരു നിസ്സാര വിഷയമായിട്ട് നിങ്ങൾ കാണണ്ട. മുസ്ലിം സമുദായത്തിന്റെ രക്തത്തിന് ബാധിച്ച ഒരു അർബുദമായിട്ട് വേണം ഇതിനെ കണക്കാക്കാൻ. കാരണം എന്താണെന്ന് വെച്ചാൽ ഷീഇയ്യത്ത് സത്യത്തിൽ അവരുടെ ലക്ഷ്യം എന്താണ് എന്നുള്ളത് തിരിച്ചറിയാൻ ഇപ്പോഴത്തെ ഈ യുദ്ധം അവസാനിച്ച രംഗം നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഒരു കാരണം ഉണ്ടല്ലേ, ഈ ആറ്റം ബോംബോ അണുബോംബോ കാരണമൊക്കെ പറഞ്ഞുകൊണ്ട് ഇസ്രായേലും ഇറാനും തമ്മിൽ വാക്ക് തർക്കം, അമേരിക്ക വന്നിട്ട് ചർച്ചയ്ക്ക് വന്ന് ഓരോ ചർച്ചകൾ അവിടെ നടത്തുന്നു, ഈ ചർച്ച ഇപ്പോൾ നടത്തുന്നത്, ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് പെട്ടെന്നൊരു ബോംബിട്ട് അല്ലേ, പെട്ടെന്നൊരു ബോംബിട്ട് തിരിച്ചങ്ങോട്ട് ഇട്ട്, പിന്നെ തിരിച്ചിങ്ങോട്ടിട്ട്, പിന്നെ തിരിച്ചങ്ങോട്ടിട്ട്, കുറെ അങ്ങോട്ടും ഇങ്ങോട്ടിട്ട് കുറെ ബോംബിട്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും മരിച്ച ആൾക്കാരുടെ സംഖ്യ എടുത്താൽ 1000-ൽ താഴെ വരുന്നുള്ളൂ. 2 കൂട്ടരിൽ നിന്ന് മരിച്ച ആളുകളുടെ സംഖ്യ എടുത്താൽ. തകർന്ന കെട്ടിടങ്ങളുടെ സംഖ്യ കുറച്ച് കൂടുതലാണ്. പക്ഷേ ഒരൊറ്റ
ഒരാഴ്ച കൊണ്ട് ഇറാനിന്റെ ആത്മീയ നേതാവായിരുന്ന ആയത്തുള്ള അലി ഖാംനഈ എന്ന വ്യക്തി ഒറ്റ ആഴ്ച കൊണ്ട് ലോക മുസ്ലിമീങ്ങളുടെ ആത്മീയ നേതാവായി മാറി. ഞങ്ങൾ ശ്രദ്ധിച്ചിരുന്നു. ലോക മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവായി മാറി. ഇപ്പോ ലോക മുസ്ലിമീങ്ങൾക്ക് ഒരു ആത്മീയ കേന്ദ്രമാണ് ഷിഈയത്തിന്റെ ഇറാൻ എന്നുള്ളതിലേക്ക് എത്തി. ആ ലക്ഷ്യം ഇവിടെ വിജയിച്ചു ഒരു പരിധി വരെ. ഷിയാക്കളോടുള്ള മുസ്ലിം സമുദായത്തിന്റെ വെറുപ്പ് അതല്ലെങ്കിൽ അകലം കുറച്ച് കുറഞ്ഞു. അവർ കുഴപ്പമില്ല, നല്ല മനുഷ്യന്മാരാണ്. കാരണം ഇസ്രായേലിനെ കയറി അടിച്ചവര് പലസ്തീൻ മക്കൾ അനുഭവിക്കുന്ന വേദനയ്ക്കൊരു പരിഹാരമായി. ഒരു കാര്യം മനസ്സിലാക്കണം, ഇവിടെ ആര് എങ്ങനെയെല്ലാം രംഗത്തിറങ്ങിയാലും പലസ്തീൻ പ്രശ്നം അത് പ്രശ്നമായി ലോക അവസാനം വരെ നിലനിൽക്കും. അത് അള്ളാന്റെ നിയമമാണത്. അവിടെ പലസ്തീനിൽ ഒരു സമാധാനാന്തരീക്ഷം പുലർന്ന കാലം വളരെ കുറച്ചു മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇന്നത്തതിനേക്കാൾ വലിയ യുദ്ധങ്ങൾ മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. റോമിൽ നിന്ന് പോപ്പിന്റെ ആഹ്വാനപ്രകാരമാണല്ലോ കുരിശ് യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടത്. കുരിശ് യുദ്ധം ചരിത്രം നിങ്ങൾ വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കുരിശ് യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. വർഷങ്ങൾ നീണ്ടു നിന്നു ആ കുരിശ് യുദ്ധം. ഈ കുരിശ് യുദ്ധത്തിൽ പലസ്തീൻ ക്രിസ്ത്യാനികൾ പിടിച്ചെടുത്തു മുസ്ലിങ്ങളിൽ നിന്ന്. ആര് നേടിയതാണ് ആ വിജയം? പലസ്തീൻ മുസ്ലിമീങ്ങളുടെ കയ്യിലേക്ക് തിരിച്ചു പിടിച്ചത് ആരുടെ കാലഘട്ടത്തിലാണ്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ തിരിച്ചു പിടിച്ച പലസ്തീനാണ്. ഒരു തുള്ളി രക്തം ചിന്താതെയാണ് പലസ്തീൻ മുസ്ലിമീങ്ങളുടെ കയ്യിൽ കിട്ടിയത്. ബൈത്തുൽ മഖ്ദസ് മുസ്ലിങ്ങളുടെ കയ്യിലേക്ക് ഒരു തുള്ളി രക്തം ചിന്താതെയാണ് കിട്ടിയത്. ക്രിസ്ത്യാനികൾ അടിയറവ് പറഞ്ഞതാ നമ്മുടെ മുമ്പിൽ പലസ്തീൻ. നമ്മുടെ കയ്യിലേക്ക് വെച്ചു തന്നു അതിന്റെ താക്കോൽ. ആ പലസ്തീനാണ് പോപ്പിന്റെ ആഹ്വാനപ്രകാരം മുസ്ലിമീങ്ങൾക്ക് നഷ്ടപ്പെടുന്നത്. സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി രംഗപ്രവേശം ചെയ്യുന്ന സമയത്ത് ചരിത്രത്തിൽ കാണാം, അതിശയോക്തിയല്ല എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. അതിശയോക്തിയല്ല. സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി പലസ്തീന്റെ മണ്ണിലേക്ക് തേരോട്ടം നടത്തുമ്പോൾ മുട്ടോളം രക്തമുണ്ടായിരുന്നു എന്നാ പറയണത്. മുട്ടോളം രക്തം. അപ്പൊ എത്ര മനുഷ്യന്മാരെ കൊന്നിട്ടുണ്ടാകും? മുട്ടോളം രക്തമുണ്ടാകണമെങ്കിൽ ഇതൊക്കെ ഇവര് നമ്മളോട് ചെയ്തതല്ലേ? എന്തേ പെട്ടെന്ന് മറന്നുപോകുന്നു? സത്യത്തിൽ ഇവിടെ ഒരു നാടകമുണ്ട്, ഒരു നാടകം അരങ്ങേറുന്നുണ്ട്. അതായത് 65,000-ത്തിലധികം പലസ്തീൻ മക്കളെ ഈ കഴിഞ്ഞ 22 മാസമായിട്ട് കൊന്നു തള്ളി. 36ഓളം ഹോസ്പിറ്റലുകൾ നശിപ്പിച്ചു. അതൊന്നും ഇവിടെ ചർച്ചയില്ല. അതിനെതിരെ ഒന്നും ചർച്ചയില്ല. ഇവിടെ ചർച്ച എന്താണ്? ഇപ്പൊ ഗസയെ പാർക്കിംഗ് ലോട്ടാക്കുമെന്ന് പ്രഖ്യാപിച്ചു. അതും ചർച്ചയില്ല. ഇറാൻ ഇസ്രായേലും തമ്മിൽ വെടിപൊട്ടിച്ചപ്പോ വേഗം ചർച്ചയായി. ലോകരാഷ്ട്രങ്ങൾ ഇടപെട്ടു. അവിടെ ഇടപെട്ട് നിർത്തണം. അപ്പത്തേക്കും ഇസ്രായേലിന്റെ വിലാപം എന്താ? ഞങ്ങളുടെ ഒരു ഹോസ്പിറ്റൽ നശിപ്പിച്ചു എന്നാ. ഇവിടെ 36 ഹോസ്പിറ്റൽ നശിപ്പിച്ചിട്ടുണ്ട്. 36 ഹോസ്പിറ്റൽ നശിപ്പിച്ചവൻ പറയാണ് എന്റെ ഒരു ഹോസ്പിറ്റൽ നശിപ്പിച്ചു എന്ന്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ ഒരു ഡ്രാമ നടക്കുന്നുണ്ട്, ഒരു നാടകം നടക്കുന്നുണ്ട്. ആ നാടകത്തിന്റെ കഥയും തിരക്കഥയും തയ്യാറാക്കിയത് ഏത് കാലഘട്ടത്തിലാണെന്ന് അറിയാമോ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലാണ്. അതിന് മുമ്പേ ഒരുങ്ങി, അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്തി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ അബൂ ലുഅ്ലു കുത്തി വീഴ്ത്തി. മജൂസിയായിരുന്നു അവൻ. കുത്തി വീഴ്ത്തി. ആ കുത്തി വീഴ്ത്തിയ ആ സമയം മുതൽ ഇതിന്റെ വിത്ത് പാകാൻ തുടങ്ങി. പക്ഷേ ഇന്ന് നമ്മൾ ഈ കാണുന്ന നാടകത്തിന്റെ തുടക്കം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ. ആ കാലഘട്ടത്തിലാണ് ഒരു ജൂത റബ്ബി ഉണ്ടായിരുന്നു യമനിലെ സൻആയിൽ. റബ്ബി എന്ന് പറഞ്ഞാൽ മുസ്ലിയാർ, ജൂത മുസ്ലിയാർ. പെട്ടെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് മുസ്ലിയാർ മോശം വാക്കായിട്ട് ഞാൻ ഉപയോഗിച്ചല്ല. പക്ഷെ ഇന്ന് അതിൽ ചില ആളുകൾ മുസ്ലിയാരിയത്ത് എന്ന് പറയുന്ന ആ സ്വഭാവം.
ഒരു ജൂത മുസ്ലിയാരായിരുന്നു ഈ മുസ്ലിയാർ, യമനിലെ സൻആ എന്ന് പറയുന്ന സ്ഥലത്ത്. അയാളുടെ പേര് അബ്ദുല്ലാഹിബിൻ സബ എന്നാണ്. അബ്ദുല്ലാഹിബിൻ സബ ഇസ്ലാം മതം വിശ്വസിച്ചു എന്ന് വരുത്തി തീർത്തുകൊണ്ട് മുസ്ലിമീങ്ങളുടെ ഇടയിലേക്ക് പ്രവേശിച്ചു. ഇസ്ലാം മതം വിശ്വസിച്ചു എന്ന് വരുത്തി തീർത്ത് മുസ്ലിമീങ്ങളുടെ ഇടയിലേക്ക് പ്രവേശിച്ചിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഘാതകനെ കണ്ടുപിടിക്കുന്ന വിഷയത്തിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് വരുത്തി തീർത്തു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കൊല്ലുന്നതിന് വേണ്ടി അദ്ദേഹത്തിനെതിരെ ഒരു ടീമിനെ ഉണ്ടാക്കി, മുസ്ലിമീങ്ങളിൽ നിന്ന് തന്നെ ഉണ്ടാക്കി. എളുപ്പാണ്. നിങ്ങളിപ്പോ ഇത്രയും ആൾക്കാരുണ്ട്, ഈ ഇത്രയും ആളുകളെ ഈ ഇരുന്ന് സംസാരിക്കുന്ന സംസാരത്തിലൂടെ എനിക്ക് രണ്ട് കക്ഷികളാക്കാം. എൻ്റെ ഒരു ടീം ഉണ്ടാക്കാം, എൻ്റെതല്ലാത്തൊരു ടീം ഉണ്ടാക്കാം. ഇന്നൽ ബയാനിൽ സെഹറ, വർത്തമാനത്തിനൊരു മാസ്മരികതയുണ്ട്. എനിക്ക് വർത്തമാനം പറഞ്ഞ് നിങ്ങളെ എൻ്റെ ഒരു കക്ഷിയാക്കാം, എനിക്ക് എതിരെയുള്ള ഒരു കക്ഷിയാക്കാം. കഴിയും. സിമ്പിളാണത്. അബ്ദുല്ലാഹിബ്നു സബ ചെയ്ത കൊടും ക്രൂരതയാണത്. മുസ്ലിം സമുദായത്തിന്റെ ഇടയിൽ നേതാക്കന്മാരെ പറ്റി കുറ്റം പറഞ്ഞത്. അങ്ങനെ ആകുമ്പോൾ ആൾക്കാർ ഭയങ്കര തയ്യാറാവും, ഉഷാറാവും. നേതാക്കന്മാരെ കുറ്റം പറഞ്ഞോക്ക്. അപ്പൊ അറിയാം, പള്ളിക്കലത്തെ കമ്മിറ്റീനെ കുറ്റം പറഞ്ഞോക്ക്, ആൾക്കാരൊക്കെ ഉഷാറായിട്ട് കേൾക്കും. നേതാക്കന്മാരെ കുറ്റം പറയാൻ സ്വീകരിക്കാൻ ആളുണ്ടാവും. ആ ഒരു സംഭവത്തിലൂടെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ എതിരെ ഒരു ടീമിനെ വാർത്തെടുത്തു. അപ്പൊ പിന്നിൽ ഒരു ടീം പ്രവർത്തിക്കുന്നുണ്ട്, ജൂതന്മാർ പ്രവർത്തിക്കുന്നുണ്ട്. അവന്റെ നിർദ്ദേശപ്രകാരമാണ് അബ്ദുല്ലാഹിബ്നു സബ കളി കളിക്കുന്നത്. ആ ടീമിനെ വാർത്തെടുത്ത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കൊല്ലാൻ അവർ വീട് വളഞ്ഞു. ജൂതന്റെ സ്വഭാവങ്ങളാണ് ഈ പറഞ്ഞു തരുന്നത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കൊല്ലാൻ വേണ്ടി വീട് വളഞ്ഞപ്പോൾ അദ്ദേഹത്തിന് കുടിക്കാനുള്ള ഏർപ്പെടുത്തിയിട്ട് കുടിക്കാനുള്ള വെള്ളം പോലും നിഷേധിച്ചു, കൊടുത്തില്ല. റൂമാ കിണർ അദ്ദേഹം വാങ്ങിച്ചതാണ്. റൂമാ കിണർ, ആ വാങ്ങിച്ച കിണറിൽ നിന്ന് പോലും ഒരു തുള്ളി വെള്ളം കുടിക്കാൻ അനുവദിച്ചില്ല. ഭക്ഷണം തടഞ്ഞു, വെള്ളം തടഞ്ഞു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ അവസാനം അവർ കൊന്നുകളഞ്ഞു. അലി റളിയല്ലാഹു അൻഹു ആണ് യഥാർത്ഥത്തിൽ ഖലീഫയായിട്ട് വരേണ്ടത് എന്ന ഒരു വർത്തമാനം അവരുടെ ഇടയിൽ സ്പ്രെഡായി ഈ കാലഘട്ടത്തിൽ തന്നെ, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കൊല്ലുന്നതിന് മുമ്പ് തന്നെ. അങ്ങനെ അലി റളിയല്ലാഹു അൻഹുവിന്റെ കക്ഷി എന്ന പേരിൽ, ഷിഅത്തു അലി എന്ന പേരിൽ ആദ്യത്തെ കക്ഷി ഇസ്ലാമിൽ പിറവി കൊണ്ടു. അതാണ് ഇന്നത്തെ ഷിയാക്കൾ. ഷിഅത്തു അലി പല കുപ്പായം ഇട്ട് വരും, പല തരത്തിലുള്ള വേഷത്തിലും അവർ വരും. ഇവരെല്ലാം ലക്ഷ്യം എന്താണ്? അഹ്ലുസുന്നയെ തകർക്കലാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഷിഴികൾ പരന്നു, പല പേരിൽ, പല കോലത്തിൽ, പല രൂപത്തിൽ. കേരളത്തിൽ ഷിയാക്കളുണ്ടോ? ഇല്ല. ഒറ്റ മറുപടി അങ്ങനെ, കേരളത്തിൽ ഷിയാക്കളില്ല. എന്നാൽ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഷിയാക്കൾ ഉള്ളത്. നമുക്കറിയില്ല. നിങ്ങൾ കൊണ്ടോട്ടി നേർച്ച പുനരാരംഭിച്ചപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല. കൊണ്ടോട്ടി നേർച്ച പുനരാരംഭിച്ചു. ആ കൊണ്ടോട്ടി നേർച്ചയിൽ പിടിച്ച കൊടിയിൽ എഴുതിയിരുന്ന മുദ്രാവാക്യം നിങ്ങൾ വായിച്ചോ? ഇല്ല. നമ്മളിപ്പോഴും ഹമാസിന്റെ ആൾക്കാരല്ലേ. ഹമാസ് പലസ്തീന്റെ രക്ഷകരായിട്ട് നിൽക്കുന്ന ആൾക്കാരല്ലേ. കേട്ടോ, കൊണ്ടോട്ടി നേർച്ചയ്ക്ക് പിടിച്ച കൊടിയിൽ എഴുതിയിരിക്കുന്നത് മുഹമ്മദ്, ഹസൻ, ഹുസൈൻ, അലി, ഹസൻ, ഹുസൈൻ, ഫാത്തിമ. ഈ ഒരു കോംബോ എവിടെ നിന്ന് കിട്ടി മുസ്ലിങ്ങൾക്ക്? ആരുണ്ടാക്കി? വികാരഭരിതരാകുന്നതിൽ അർത്ഥമില്ല. നമ്മൾ എപ്പോഴും പ്രാക്ടിക്കലായിരിക്കണം. നമ്മുടെ ഉലമാക്കൾ ഇത്തരം വിഷയങ്ങളിൽ ഇടപെടുമ്പോൾ ചിലപ്പോൾ അവർ സംസാരിക്കുന്ന സംസാരങ്ങളിലോ അവരുടെ വർത്തമാനങ്ങളിലോ എന്തെങ്കിലുമൊക്കെ അപാകതകൾ ഉണ്ടാകാം. പക്ഷേ നമ്മുടെ ഉലമാക്കൾ ഒരു വിഷയത്തിൽ ഇടപെടുമ്പോൾ അത് പക്വതയോടുകൂടെ ഇടപെടുള്ളൂ, വൈകാരികമായിട്ട് ഇടപെടൂല. ഇപ്പൊ ബാബരി മസ്ജിദ് ഇവിടെ തകർത്തു, എന്തെല്ലാം വിവാദങ്ങളുണ്ടായി ഇവിടെ. നമ്മുടെ ഉലമാക്കള് ബാബരി മസ്ജിദ് തകർത്തില്ലേ, അതിന് പകരമായി 4 അമ്പലം തകർത്തിട്ട് വാന്ന് പറഞ്ഞാൽ തകർക്കാൻ ആളുണ്ടാവൂലേ? ഉണ്ടാകും. പക്ഷെ പക്വതയോടെ അവർ പ്രതികരിച്ചു.
പക്വതയോടെ പ്രതികരിച്ചപ്പോൾ നമ്മുടെ നാട് കലാപഭൂമിയായില്ല. ഈ സ്വസ്ഥമായിട്ട് പഠിപ്പിക്കാൻ പറ്റുന്ന ഈ ഒരു അവസരം പോലും നമുക്ക് ഇന്ന് കൈവശം ഉള്ളത് അവർ പക്വതയോടെ പ്രതികരിച്ചത് കൊണ്ടാണ്. അപ്പൊ കേരളത്തിൽ നല്ല രീതിയിൽ ഷിയത്തുണ്ട്. അതറിയണമെങ്കിൽ ഇപ്പൊ ഇറാനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുടെ കോളങ്ങളൊന്ന് പരിശോധിച്ചാൽ മതി. എന്നെ എത്ര ആൾക്കാർ ചീത്ത പറയണമെന്ന് അറിയും. ഈ വിഷയം ഞാൻ പറഞ്ഞപ്പോ എന്നെ എത്ര ആൾക്കാർ ചീത്ത പറയുന്നുണ്ട്. ആളുകൾ ചീത്ത പറയും എന്ന് കരുതിക്കൊണ്ട് എനിക്ക് സത്യം പറയാതിരിക്കാൻ പറ്റുമോ? നിങ്ങളുടെ എല്ലാ ആളുകൾക്കും മനസ്സിന് സന്തോഷം കിട്ടാൻ പാകത്തിന് ഞാനിവിടെ ഈ ജൂതന്മാരെയും ഈ ഇറാനെയൊക്കെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്ത് പറഞ്ഞാല് ഞാൻ ഹക്കിന്റെ ആളാകുമോ? ഇല്ല. ഇസ്ലാമുമായിട്ട് ഷിയാക്കൾക്കൊരു ബന്ധമില്ല. മുസ്ലിമീങ്ങളെ ജൂതായുസത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു പാലം മാത്രമാണ് ഷിയായിസം. അത് തിരിച്ചറിഞ്ഞാൽ മതി നമ്മള്. കാരണം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന അലിയൻ വലിയുള്ള എന്ന് പറയുന്നവരും മുസ്ലിമീങ്ങളും തമ്മിൽ എന്ത് ബന്ധം? ഒരു സഹാബിയെ ചീത്ത പറഞ്ഞാൽ മതി, അവനെ അത് കുഫ്റാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒരു സഹാബിനെ ചീത്ത പറയാൻ. ഇപ്പൊ മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ പറ്റി പല അഭിപ്രായ വ്യത്യാസങ്ങൾ പലരും പറയുന്നുണ്ട്. പക്ഷെ അഹ്ലുസുന്ന എന്ത് പറയും? ചീത്ത പറയില്ല, മിണ്ടരുത്, മിണ്ടാൻ പാടില്ല. അവർക്കിടയിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് അള്ളാഹുവും അവരും തമ്മിൽ തീർത്തോളും. നമുക്ക് ഇടപെടാൻ അധികാരമില്ല. നമുക്ക് ഇടപെടാൻ അധികാരമില്ലാത്ത ഒരുപാട് വിഷയങ്ങളുണ്ട്, ഇല്ലേ? നിങ്ങളുടെ കുടുംബത്തിനകത്ത് നിങ്ങളുടെ ഫാദറും മദറും തമ്മിൽ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായ വ്യത്യാസത്തിൽ നിങ്ങൾ ഇടപെടുമോ? ഇല്ല. അത് അവരുടെ ഉള്ളിൽ അതിന്റെ ഉള്ളെന്താ നമുക്കറിയില്ല. നമ്മൾ നമുക്ക് ഇടപെടുന്നതിന് ചില പരിധികളുണ്ട് എല്ലാ വിഷയത്തിലും. അപ്പൊ ഇവര് ലാ ഇലാഹ ഇല്ലല്ലാഹ് അലി വലിയുള്ള എന്ന് പറയുന്ന ആളുകൾ സഹാബികളെ മുഴുവൻ കള്ളന്മാരായിട്ട് ചിത്രീകരിക്കുന്ന ആളുകൾ. ഷിയാക്കളുടെ പ്രധാനമായ അജണ്ട എന്താണെന്നറിയാമോ? ഷിയാക്കളുടെ പ്രധാനമായ അജണ്ട ഞാൻ മുമ്പ് പറഞ്ഞു. അതായത് സിറിയ, ലെബനൻ, പലസ്തീൻ, സഊദി ഉൾപ്പെടുന്ന പ്രദേശം അഹ്ലുസുന്നയുടെ കയ്യിൽ നിന്നും പിടിച്ചെടുക്കുക എന്നുള്ളതാണ്. സഊദി പിടിച്ചെടുത്താൽ അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അടുത്തതിൻ്റെ ഒരു വീഡിയോ വന്നിരുന്നു. സഊദി പിടിച്ചെടുത്താൽ അവർ ആദ്യം ചെയ്യുന്ന പണി മസ്ജിദ് നബവിയിൽ കയറി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ തൊട്ടടുത്തുള്ള രണ്ട് ഖുറൈശി പ്രതിമകൾ എന്നാ പറഞ്ഞത്. ആരെപ്പറ്റി? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ. രണ്ട് ഖുറൈശി പ്രതിമകൾ ഞങ്ങൾ പുറത്തെടുത്ത് കഴുമരത്തിൽ തൂക്കി ഞങ്ങൾ കത്തിക്കും. കത്തിക്കൽ അവരുടെ സംസ്കാരമാണ്. അത് പറഞ്ഞതാ. അതാണ് ഇറാനികൾ. അത് മനസ്സിലാക്കണം. അവരും നമ്മളും തമ്മിൽ എന്താ ബന്ധം? അപ്പോ ഇത്രയും പവിത്രമായ മുഹറം മാസത്തിനെ ദുശകുനത്തിന്റെ മാസമായി ആചരിക്കുന്ന ഒരു വിഭാഗം ആളുകളാണ് ഇറാനികൾ. അപ്പൊ അവരും നമ്മളും തമ്മിൽ വല്ല ബന്ധമുണ്ടോ? ഇല്ല. നിങ്ങൾ ഇനി ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. ആളുകളുടെ കുറവ്, ഈ വിഷയം പറഞ്ഞു കൊടുക്കുമ്പോൾ കുറച്ചും കൂടെ ആളുകൾ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഇൽമ് കുറച്ചും കൂടെ വൈഡാകുമായിരുന്നു എനിക്ക് തോന്നിപ്പോയി. കാരണം ഇത് ഗൗരവമുള്ള വിഷയമാണ്. ഇന്ന് ഇറാനിൽ 50,000-ലധികം ജൂതന്മാരുണ്ട്. ഇന്ന് ഇറാനിൽ 45,000-ന്റെ 50,000-ന്റെ 55,000-ന്റെ ഇടയിൽ ജൂതന്മാർ ഇന്ന് ഇറാനിലുണ്ട്. ഈ ഇറാനികൾ മുഴുവനും ഭൂരിപക്ഷം ജൂതന്മാരും ഇറാനിൻ്റെ വടക്ക് കിഴക്കൻ മേഖലയായ ഖുറാസാൻ എന്ന് പറയുന്ന പ്രദേശത്തുള്ള അസ്ബഹാൻ എന്ന് പറയുന്ന പട്ടണത്തിൽ യഹൂദിയ എന്ന് പറയുന്ന പ്രദേശത്താണ് താമസിക്കുന്നത്. എത്ര സ്ഥലത്തിന്റെ പേര് ഞാൻ പറഞ്ഞു? ഖുറാസാൻ, അസ്ബഹാൻ, യഹൂദിയ. അവിടെയാണ് അവർ താമസിക്കുന്നത്. അവരുടെ ആസ്ഥാനാണത്. ഈ 50,000-ഓളം ജൂതന്മാർക്ക് ഇറാൻ ഗവൺമെന്റ് എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഈ യുദ്ധം നാടകമാണെന്നതിന്റെ അടയാളമാണ് ഞാൻ പറഞ്ഞത്. എല്ലാ സൗകര്യം ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇറാൻ എന്ന് പറയുന്ന അത്രയും പ്രവിശാലമായ രാജ്യത്ത് അവരുടെ പാർലമെന്റായ മജ്ലിസ്, അവരുടെ പാർലമെന്റിന്റെ പേര് മജ്ലിസ് എന്നാണ്. ആ മജ്ലിസിൽ സംവരണ സീറ്റ്
ഈ ജൂതന്മാർക്കുണ്ട്. ഇറാനിൽ എവിടെ വേണമെങ്കിലും സെനഗോഗുകൾ പണിയാനുള്ള സ്വാതന്ത്ര്യം ജൂതന്മാർക്കുണ്ട്. ജൂതന്മാരുടെ ഏറ്റവും പവിത്രമായ ദിവസമാണ് ശബത്ത് ദിനം, ശനിയാഴ്ച ദിവസം. ശബത്ത് ദിനത്തിൽ അവരുടെ സ്കൂളുകൾക്ക് പൊതു അവധിയാണ് ഇറാനിൽ. അതുപോലെ തന്നെ ഇറാനിൽ ജൂതന്മാരുടെ മദ്രസകൾ അലൗഡാണ്. അതുപോലെ തന്നെ ഇറാനിൽ ജൂതന്മാർക്ക് പൊതു ശ്മശാനം എല്ലാം അനുവദിച്ചു കൊടുത്തിരിക്കുന്നു. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അവർക്ക് ജൂതന്റെ ഹോട്ടൽ, സ്പെഷ്യൽ ഹോട്ടലുണ്ട്, പണിയാൻ അതിനുള്ള സൗകര്യമുണ്ട്. ഇപ്പൊ നമ്മള് ലോക മുസ്ലിമീങ്ങളുടെ നേതാവായിട്ടല്ലേ ഇറാനെ കണ്ടത്. എന്നാൽ അഹ്ലുസുന്നയ്ക്ക് ഒരു പള്ളി പോലും ഇറാനിലില്ല. ഒരു പള്ളി പോലും ഇല്ല. എന്തേ രക്തം തിളക്കാത്തത്? ആർക്കും രക്തം തിളക്കാത്തത്? ഈ ഇറാനിൽ അഹ്ലുസുന്നയ്ക്ക് ഒരു പള്ളി പോലും അനുവദിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, 25 ലക്ഷത്തോളം അഹ്ലുസുന്നയെ കൊന്നുകളഞ്ഞ ആളുകളാണ് അവര്. ഇപ്പോഴും നമ്മുടെ അഹ്ലുസുന്നയുടെ ആളുകൾ ഇറാനിൽ പോയാൽ നിസ്കരിക്കണമെങ്കിൽ ഒരു മുസല്ല കൈ പിടിച്ചിട്ട് എവിടെയെങ്കിലും കൊണ്ട് വിരിച്ചിട്ട് നിസ്കരിക്കണം. പള്ളി ഇല്ല, പള്ളി അലൗഡ് അല്ല നമുക്ക്. പറ, ആയത്തുള്ള ഖാംനഈ മുസ്ലിമീങ്ങളുടെ നേതാവ്. ഇങ്ങനെ ആളുകളെ സംബന്ധിച്ചിടത്തോളം വൈകാരികമായി ഒരു വിഷയത്തെ നമ്മൾ സമീപിക്കരുത്. ചരിത്രപരമായിട്ട് വിഷയങ്ങളെ പറ്റി പഠിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇറങ്ങാൻ. ഇവിടെ നമുക്ക് അവർക്കും ഇടയിൽ ഇതിന്റെ പിന്നിൽ ഒരു ആദർശപരമായ വിഷയം കിടക്കുന്നുണ്ട്. അതാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഏറ്റവും പ്രധാനമായി മനസ്സിലാക്കേണ്ടത്. എന്താ ആദർശപരമായ വിഷയം? മനുഷ്യന്മാർ നേരിടാനിരിക്കുന്ന, മനുഷ്യവംശം നേരിടാനിരിക്കുന്ന ഒരു വലിയ ഫിത്തിന ഇവിടെ വരാനുണ്ട്. ഇപ്പൊ വന്ന ഫിത്തിന പോലെയൊന്നും അല്ല. ഇപ്പൊ വന്ന ഫിത്തിനേക്കാൾ വലിയൊരു ഫിത്തിന ഇന്ന് മുസ്ലിം ഉമ്മത്ത്, ലോക ആകമാനം നേരിടാനുണ്ട്. മുസ്ലിം ഉമ്മത്ത് വിശിഷ്യ അഹ്ലുസുന്നക്ക് നേരിടാനുണ്ട്. അതെന്താ ഫിത്തിന എന്നറിയാമോ? ദജ്ജാലിന്റെ ആഗമനം. ദജ്ജാൽ വന്നിട്ടില്ലല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ സയ്യാദ് അബ്ദുല്ലാഹി അബു സയ്യാദ് എന്ന് പറഞ്ഞ പേരിൽ ഒരു ജൂത കുട്ടി ഉണ്ടായിരുന്നു. ജൂതൻ ഒറ്റക്കണ്ണൻ ആയിരുന്നു. ദജ്ജാലായി ആണ് എന്ന അഭിപ്രായം സഹാബികളുടെ ഇടയിലുണ്ടായിരുന്നു. അയാൾ ദജ്ജാലാണെന്ന അഭിപ്രായം. റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ അയാളെ കൊല്ലട്ടെ എന്ന് ചോദിച്ചു. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയാൾ ദജ്ജാലാണ് എന്നുള്ളത് നമുക്ക് വ്യക്തമല്ല, അതുകൊണ്ട് തന്നെ അയാളെ കൊല്ലേണ്ട ഉത്തരവാദിത്വം നമുക്കില്ല. ഇനി അയാൾ ദജ്ജാലാണെങ്കിൽ അയാളെ കൊല്ലാൻ നമ്മളെ ചുമതലപ്പെടുത്തിയിട്ടില്ല. കാരണം ദജ്ജാലിനെ കൊല്ലാൻ ആരാ വരേണ്ടത്? ഈസാ നബിയാണ് വരേണ്ടത്, ഉപരിയിലുള്ളത്. അപ്പൊ അയാൾ ദജ്ജാലാണെങ്കിൽ അയാളെ കൊല്ലേണ്ട ഉത്തരവാദിത്വം നമുക്കില്ല എന്ന് പറഞ്ഞു. ദജ്ജാൽ എന്നുള്ളത് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ചർച്ചക്കിടയിൽ പിന്നെ എഴുന്നേറ്റു. ഫഅത്ന അലല്ലാഹി, എന്നിട്ട് അള്ളാഹിനെ സ്തുതിച്ചു, ഹംദും സ്വലാത്തൊക്കെ പറഞ്ഞതിന് ശേഷം പറഞ്ഞു, തുമ്മ ദക്കറ ദജ്ജാൽ, ദജ്ജാലിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരണം കൊടുത്തു. ദജ്ജാൽ ആരാണ് എന്ന് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നബി പറയാണ്, ഇന്നി ഉൻദിറുകുമൂഹു വമാ മിൻ നബിയിൻ ഇല്ലാ ഖദ് അൻദറഹു ഖൗമഹു. ഞാൻ നിങ്ങൾക്കിപ്പോൾ മുന്നറിയിപ്പ് തരുന്നത് മുമ്പ് കഴിഞ്ഞ 1.25 ലക്ഷം പ്രവാചകന്മാർ അവരുടെ സമുദായത്തിന് നൽകിയ മുന്നറിയിപ്പാണ് ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത് ദജ്ജാലുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ലഖദ് അൻദറഹു നൂഹൻ ഖൗമഹു, നൂഹ് നബി പോലും അദ്ദേഹത്തിന്റെ ജനതയ്ക്ക് ദജ്ജാലിനെ സംബന്ധിച്ച് മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. നൂഹ് നബി മുന്നറിയിപ്പ് കൊടുക്കണമെങ്കിൽ ആദ്യത്തെ റസൂലല്ലേ, ശരീഅത്തിന്റെ വഹി ആദ്യം ഇറങ്ങിയ നൂഹ് നബിക്കാണ്. ആ നൂഹ് നബി പോലും ദജ്ജാലിനെ പറ്റി പറയണമെങ്കിൽ ദജ്ജാൽ നിസ്സാരക്കാരനല്ല. എന്നാൽ ഞാൻ സഅഖൂലു ലക്കും ഫീഹി ഖൗലൻ ലം യഖുൽഹു നബിയ്യുൻ ലിഖൗമിഹി, മുമ്പ് കഴിഞ്ഞ പ്രവാചകന്മാര് അവരുടെ സമുദായത്തിന് പറഞ്ഞു കൊടുക്കാത്ത ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതെന്താണ്? തഅലമൂന അന്നഹു അഅ്വർ വ അന്നല്ലാഹ ലൈസ ബിഅഅ്വർ. നിങ്ങൾ അറിയണം, അവൻ ഒറ്റക്കണ്ണനാണ്, അള്ളാഹു ഒറ്റക്കണ്ണനല്ല.
ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ദജ്ജാലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് സംഭവങ്ങൾ പറയാനുണ്ട്. വേണമെങ്കിൽ ഒരു ക്ലാസ് എടുക്കാൻ വേണ്ടി ഒരു വിഷയം തന്നെ നമുക്കൊരു ഒരു ബുധനാഴ്ചത്തെ ക്ലാസ് ദജ്ജാൽ എന്താണ്, അയാളുടെ സ്വഭാവം എന്താണ്, പെരുമാറ്റം എന്താണെന്നൊക്കെ പറയാം. പക്ഷെ ഇവിടെ ഇറാനിലുള്ള ഈ 50,000-ഓളം ഷീകൾ ഖുറാസാനിലെ അസ്ബഹാൻ പട്ടണത്തിലെ യഹൂദിയ എന്ന നാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ദജ്ജാലുമായി ബന്ധപ്പെട്ടൊരു വിഷയം കിടക്കുന്നുണ്ട്. അതാണ് ഞാൻ ഈ പറഞ്ഞത്. ആദർശപരമായി നമ്മൾ ഈ വിഷയത്തെ സമീപിച്ചേ പറ്റൂ. മീഡിയാപരമായി സമീപിക്കണ്ട ആയിട്ടൊരു കാര്യമില്ല, നമുക്കൊന്നും മനസ്സിലാവില്ല. ഖുർആനും ഹദീസും വെച്ചിട്ട് പഠിച്ചാൽ നമുക്ക് ഇതിന്റെ ഗൗരവം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രവചനം നടത്തി. ഞാൻ 3 ഹദീസ് വായിക്കാം. ഒന്നാമത്തെ ഹദീസ് ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്തതാണ് സുനനിൽ. ഇമാം അഹ്മദ് മുസ്നദിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് അപൂർവമായ കുറച്ച് ഹദീസുകളെ വന്നിട്ടുള്ളൂ. അതിൽപ്പെട്ടൊരു ഹദീസാണിത്. അന്ന ദജ്ജാല, നിശ്ചയമായും ദജ്ജാൽ, യഖ്റുജു മിൻ അർളിൻ ബിൽ മശ്രിഖി യുഖാലു ലഹാ ഖുറാസാൻ. ദജ്ജാൽ വരുന്നത് കിഴക്ക് ഭാഗത്ത് നിന്നാണ് വരുന്നത്. ആ നാടിന്റെ പേര് ഖുറാസാൻ എന്നാണ്. ഏത് ഖുറാസാൻ? ഇന്ന് ഇറാനിൽ ജൂതന്മാർ താമസിക്കുന്ന മെയിൻ ടൗൺഷിപ്പാണ് ഖുറാസാൻ. യത്തബിഉഹു അഖ്വാമുൻ, അവന്റെ കൂടെ കുറെ ആളുകൾ ഉണ്ടാകും. കഅന്ന വുജൂഹഹും അൽ മജ്ജാനുൽ മുതറഖത്തു, അവരുടെ മുഖം അടിച്ചു പരത്തപ്പെട്ട പോലെ ഇരിക്കും, പരന്നിരിക്കും. അങ്ങനത്തെ മുഖമുള്ള കുറച്ച് ആൾക്കാർ ഇവരുടെ കൂടെ ഉണ്ടാകും. ഒരു ഹദീസ്. അപ്പോൾ ഖുറാസാൻ വന്നു. അനസ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസ് ഇമാം അഹ്മദ് മുസ്ലിമിൽ രേഖപ്പെടുത്തിയ ഹദീസാണ്. യഖ്റുജു ദജ്ജാലു മിൻ യഹൂദിയ അസ്ബഹാൻ. അസ്ബഹാൻ പട്ടണത്തിലെ യഹൂദിയ എന്ന പ്രദേശത്തു നിന്നായിരിക്കും ദജ്ജാൽ വരിക. മഅഹു 70,000 മിനൽ യഹൂദി, അവന്റെ കൂടെ 70,000 ജൂതന്മാരുണ്ടാകും. ഇപ്പൊ എത്ര പേരാ അവിടെ ഉള്ളത്? 50,000. എത്ര പേരായിരിക്കും അവന്റെ കൂടെ ഉണ്ടാകുക? 70,000. അപ്പൊ ഇനിയും വരാനുണ്ട് കുറച്ച്. അപ്പൊ ഇനി അധികം ഇല്ല, 25,000 കൂടെ ഉണ്ടായാൽ, 20,000 കൂടെ ഉണ്ടായാൽ മതി. പക്ഷെ വളരൂല, പെറ്റി പെരുകണമല്ലോ ജൂതന്മാർ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ലേ, ജൂതന്മാർ പെറ്റി പെരുകണം. ജൂത മതത്തിലേക്ക് ആൾ വരില്ലല്ലോ, വരാൻ പാടില്ലല്ലോ. അപ്പൊ പെറ്റി പെരുകി 20,000 ആകുമ്പോഴത്തേക്കും കുറച്ച് വർഷം പിടിക്കും. മൂന്നാമത്തെ ഹദീസ്, ഖാല യത്ബഉ ദജ്ജാലു മിൻ യഹൂദി അസ്ബഹാൻ. അസ്ബഹാൻ പട്ടണത്തിലെ യഹൂദികൾ ദജ്ജാലിനോടൊപ്പം ഉണ്ടാകും. 70,000, 70,000 ആൾക്കാർ. അവരുടെ അടയാളം എന്താ? അലൈഹിമു തയാലിസത്തു. ഈ ജൂതന്മാരുടെ ശരീരത്തിൽ തയാലിസത്ത് ഉണ്ടാകും. തയാലിസത്ത് എന്ന് പറഞ്ഞാൽ ജൂതന്മാര് ഇടുന്ന ഒരു ഷാളാണ്. നമ്മളൊക്കെ ഞാനൊക്കെ ഇടും, വെള്ളിയാഴ്ചയൊക്കെ ഇടുന്ന ഒരു ഷാളില്ലേ, ചുമപ്പ് തട്ടം പോലത്തെ. ജൂതന്മാരിടുന്ന ഒരു ഷാളുണ്ട്, ഒരു തട്ടം. ഈ തയാലിസത്ത് ധരിക്കുന്ന ജൂതന്മാർ ഇന്നുള്ളത് എവിടെ മാത്രമേ ഉള്ളൂ? അസ്ബഹാനിൽ മാത്രമേ ഉള്ളൂ. വേറെ എവിടെ? ഇവിടുത്തെ ഇസ്രായേലിലെ ജൂതന്മാര് തയാലിസത്തും ധരിക്കൂല. ഈ പറയപ്പെട്ട അടയാളമുള്ള തയാലിസത്ത് ധരിക്കുന്ന ജൂതന്മാര് ഇറാനിലാണുള്ളത്. അപ്പൊ ഈ ജൂതനും ഇറാനികളും തമ്മിലുള്ള ബന്ധം മനസ്സിലായില്ലേ? ഈ ബന്ധം വെച്ചിട്ടാണ് ഇവർ കളിക്കുന്നത്. ഇപ്പൊ ഈ യുദ്ധത്തിൽ നിന്ന് കിട്ടിയ ഏറ്റവും വലിയ നേട്ടം അവർക്ക് എന്താണെന്ന് വെച്ചാൽ, വേൾഡ് ലെവലിൽ മുസ്ലിമീങ്ങൾക്ക് ഷിയാക്കളോടുള്ളതായ ആ വൈരാഗ്യം ഒന്ന് കുറഞ്ഞു, വെറുപ്പ് കുറഞ്ഞു. ആയത്തുള്ള ഖാംനഈ എന്ന ഷിഈ നേതാവ് മുസ്ലിമീങ്ങൾക്ക് പ്രിയപ്പെട്ടവനായി മാറി. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നീ സങ്കല്പിച്ചോ, അങ്ങനെ നടക്കൂല. ജൂതനെ കയറി അടിച്ച് ഇസ്രായേലൊക്കെ അടിച്ച് നിരപ്പാക്കി മുഴുവൻ ഇതാക്കി ഫതഹാക്കി, അങ്ങനെ ഇസ്രായേലിന്റെ മേലില് ഷിയാക്കൾക്ക് ഇറാൻ ആധിപത്യം കിട്ടിയെന്ന് കൂട്ടിക്കോ, ഇറാൻ അടങ്ങിയിരിക്കുമോ? പലസ്തീൻ അടിക്കും. പലസ്തീനും കൂടെ ഇവരുടെ ഇതിൽ ഉൾപ്പെടുത്തും. ഇപ്പോ ഷിയാക്കളുടെ ആധിപത്യം ഇറാൻ, അവരുടെ നാട്, അത് കഴിഞ്ഞാൽ സിറിയ ഹൂസികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ലബനാൻ, ഈ പറയപ്പെട്ട എന്ത് മുജാഹിദീൻ, ഒരു മുജാഹിദീൻ ഉണ്ടല്ലോ അവരുടെ, ഇവര് കയറി അടിച്ച ഹിസ്ബുള്ള എന്ന ടീമിൽ കയറി അടിച്ച ഹിസ്ബുള്ള ഷിഈ സൃഷ്ടിയാണല്ലോ.
ജൂതന്റെ ഷിയാക്കളുടെ ടീമാണല്ലോ ഹിസ്ബുള്ള ഹൂസികൾ. ഇവരൊക്കെ കയറി പരസ്പരം ഒരു ലിങ്ക് ആക്കിയേക്കാണ്. എന്നോട് ഞാൻ ഈ വിഷയം പറഞ്ഞപ്പോൾ ചോദിച്ചു, ഈ ദജ്ജാലിനെ സംബന്ധിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞു വരുമ്പോൾ മുസ്ലിമീങ്ങൾ ദജ്ജാലിനെ അംഗീകരിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടാകുന്നു. മുസ്ലിമീങ്ങൾ ദജ്ജാലിനെ അംഗീകരിക്കുന്നു. അങ്ങനെ ഉണ്ടാകുമോ? അങ്ങനെ ദജ്ജാലിനെ പറ്റി ഇത്രയും ഹദീസുകളൊക്കെ ഉണ്ടായിരിക്കെ, ദജ്ജാലിനെ പറ്റി ഇത്രയും ഹദീസുകൾ ഉണ്ടായിരിക്കെ മുസ്ലിമീങ്ങൾ ദജ്ജാലിനെ അംഗീകരിക്കോ? ഇല്ലല്ലോ. ഇവിടെ ഇപ്പൊ ദജ്ജാൽ വന്ന് നിങ്ങൾ അംഗീകരിക്കോ? ഇല്ലല്ലോ. ഞാൻ അതിന് കൊടുത്ത മറുപടി എന്ന് പറയാമോ? ഒറ്റ ആഴ്ച കൊണ്ട് ഷീഈ നേതാവിനെ മുസ്ലിമീങ്ങൾ അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ ദജ്ജാലിനെ അംഗീകരിക്കാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും. ഒറ്റ ആഴ്ച കൊണ്ട് അംഗീകരിച്ചില്ലേ ഷീഈ നേതാവിന് മുസ്ലിങ്ങൾ? ഇല്ലേ? കാരണം അമ്മാതിരി ഫിത്തനകളായിരിക്കും അവന്റെ ഭാഗത്തുണ്ടാക്കുക, നിസ്സാര ഫിത്തനകളല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വിഷയത്തെ വൈകാരികമായിട്ടല്ല കാണേണ്ടത്, മറിച്ച് ആദർശപരമായി കാണണം. അവനോട്, ജൂതനോട്, ഷിയത്തിൽ നിന്നുള്ളവനാണെങ്കിലും അവനോട് എല്ലാ അർത്ഥത്തിലും എതിരാകണം നമ്മൾ. ഷിയാക്കൾ ആചരിക്കുന്നത് പോലെ മുഹറം, ഇന്ന് മുസ്ലിം സമുദായത്തിൽ ഒരു വിഭാഗം ആളുകൾ ആചരിക്കുക, മുഹറം 10 ആചരിക്കുന്നുണ്ട്. ആശുറാ ദിനം ആചരണമുണ്ട്. എന്താ ഈ ആശുറാ ദിനാചരണം? ഇത് തന്നെ, ഇതൊക്കെ തന്നെ, നെഞ്ചത്തടിക്കുന്നില്ല എന്ന് മാത്രം. അപ്പൊ ഇവര് നമ്മളെ, നമ്മുടെ ആദർശപരമായ ശത്രുക്കളാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടണം ആദ്യം. അള്ളാഹു ഖുർആനിൽ പറയുന്നുണ്ട്, മൻകാന അദുവൻ ലില്ലാഹി. ആരെപ്പറ്റിയാ പറയണമെന്ന് ഈ ആയത്ത് അവസാനിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. മൻകാന അദുവൻ ലില്ലാഹി, അള്ളാന്റെ ശത്രു ആരെങ്കിലും ആയാൽ, വ മലായികത്തിഹി, അവന്റെ മലക്കുകളുടെ, വ റുസുലിഹി, അവന്റെ പ്രവാചകന്മാരുടെ, വ ജിബ്രീല, ജിബ്രീലിന്റെ, വ മീക്കായിലിന്റെ ഒക്കെ ശത്രുവായാൽ, അള്ളാനെയും മലക്കുകളെയും മുർസലുകളെയും ജിബ്രീലിനെയും മീക്കായിലിനെയും ശത്രുക്കളായി കാണുന്ന ഏക വിഭാഗാര ജൂതന്മാരാണ്, ജൂത വിഭാഗമാണ്. ആയാൽ ഫഇന്നല്ലാഹ അദുവ്വുൽ ലിൽ കാഫിരീൻ, ആ കാഫിറുകളുടെ ശത്രുവാണ് അള്ളാഹു. അപ്പൊ നമ്മളും അങ്ങനെ കാണണം. ഇതിൽ വിഭാഗീയതയോ വർഗീയതയോ അല്ല, ആദർശമാണത്. അതുകൊണ്ടല്ലേ അവനുമായി എല്ലാ അർത്ഥത്തിലും എതിരാകാൻ പറഞ്ഞത്. എല്ലാ അർത്ഥത്തിലും എതിരാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒരിക്കൽ ഒരു ഖബറിന്റെ അരികിൽ നിന്നുകൊണ്ട് മറവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. റസൂലുള്ളാഹിയും സഹാബികളോടെ നിൽക്കുന്നുണ്ട്. അവിടെ മറവ് ചെയ്യൽ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുക. അങ്ങനെ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുമ്പോൾ മറ ബിഹി ഹുബറുൻ മിനൽ യഹൂദി, ഒരു ജൂത പുരോഹിതൻ അതിലെ വന്നു. അപ്പൊ അയാൾ പറഞ്ഞു, ഹാക്കദാ നഫ്അലു, ഞങ്ങളും ഇങ്ങനെ ചെയ്യാറുണ്ട്. എന്ത്? മറവ് ചെയ്യുമ്പോൾ നോക്കി നിൽക്കാറുണ്ടെന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കേട്ട ഉടനെ ഫജലസൻ നബിയു, നബി അവിടെ ഇരുന്നു. എന്നിട്ട് പറഞ്ഞു, ഇജ്ലിസു, നിങ്ങളും ഇരിക്കൂ, ഖാലിഫൂഹും, അവനോട് എതിരാകും. അവൻ അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ ഇരിക്കണം. അവനോട്ട് ഒരു തരത്തിലും കോംപ്രമൈസ് വേണ്ട. എങ്ങനെ യോജിക്കാൻ പറ്റും നമുക്ക്? മീശ വെട്ടിച്ചുരുക്കൂ, താടിയെ വിട്ടേക്കൂ. ഖാലിഫുൽ യഹൂദ്, ജൂതനോട് എതിരാകൂ. കാരണം ജൂതൻ എന്താ ചെയ്യാണ്? താടി വെട്ടിച്ചെറുതാക്കിയിട്ട് മീശ വളർത്തും. ആ പരിപാടി നിർത്തിക്കോ, അല്ലേ? ഇന്ന് മുസ്ലിങ്ങളിൽ ഈ സംസ്കാരം എത്ര ആളുകൾക്കുണ്ട്? നമ്മൾ കുറച്ച് സലഫി കാഴ്ചപ്പാടുകാരായ ആൾക്കാർ മാത്രമല്ല ഈ സുന്നത്തിലേക്ക് വന്നിട്ടുള്ളൂ, അല്ലേ? ജൂതൻ താടി വടിക്കും, മീശ വളർത്തും. നസ്രാണി താടിയും മീശയും വടിക്കും. ഇവനോട് എതിരായിരിക്കണം മുസ്ലിം. താടി നീട്ടണം, മീശ വെട്ടണം. ജൂതൻ ഈ പീരീഡ്സിന്റെ സമയത്ത് സ്ത്രീകളെ വീട്ടിൽ നിന്ന് പുറത്താക്കും. ജൂതൻ, നിങ്ങൾ അവന് എതിരാകണം. പെണ്ണുങ്ങളെ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നത്, വീട്ടിലേക്ക് കയറ്റണം. ജൂതൻ നിസ്കരിക്കുമ്പോൾ ചെരുപ്പ് ഊരിയിട്ട് നിസ്കരിക്കും. നിങ്ങൾ നിസ്കരിക്കുമ്പോൾ ചെരുപ്പ് ഊരിയിടരുത്, ചെരുപ്പിന്റെ മുകളിൽ നിസ്കരിക്കൂ. അവിടെ പള്ളിയിലല്ല, റോട്ടുമ്മ നിസ്കരിക്കേണ്ടി വന്നാലേ ചെരുപ്പിന്റെ മേൽ നിസ്കരിക്കൂ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ
മുഹറം 10 നോമ്പെടുക്കുകയാണ്. നോമ്പെടുക്കണ കണ്ടപ്പോ ചില ആൾക്കാർ വന്ന നബിനോട് പറഞ്ഞു, യാ റസൂലല്ലാ ഇന്നഹു യൗമൻ തുഅള്ളിമുഹുൽ യഹൂദു വന്നസാറ, ജൂതന്മാരും നസാറാക്കളും ബഹുമാനിക്കുന്ന ദിവസമാണ് മുഹറം 10 എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫൈദാ കാനൽ ആമുൽ മുഖബിൽ, അടുത്ത കൊല്ലം ഞാൻ ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? സുംനൽ യൗമ താസിഅ, മുഹറം 9 നോമ്പെടുക്കും. എന്തിനാ? അവനോട് എതിരാകണം, അവനോട് ഒരു തരത്തിലും കോംപ്രമൈസ് പാടില്ല. മുസ്ലിം ഉമ്മത്തിന്റെ അധപ്പതനം പറഞ്ഞത് എന്താ? അവന്റെ ചര്യ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും പിൻപറ്റും. എത്രയോ ആൾക്കാർ പിൻപറ്റുന്നു. നമ്മൾ ഒരു നിസ്സാരവൽക്കരിച്ചില്ല. നമ്മൾ പറയുന്ന വാങ്ക് പോലും ആരുടെ വർത്താന? ജൂതൻ ഷിയാക്കളുടെ വാക്കല്ലേ വാങ്ക്. ഇസ്ലാമിൽ വാങ്കുണ്ടോ? ബാങ്കല്ല, ബാങ്ക് നമ്മൾ പിന്നീട് ആക്കിയതാ, നമ്മുടെ സൗകര്യത്തിനുണ്ടാക്കിയതാ. വാങ്കാണ്. ഇസ്ലാമിൽ വാങ്കുണ്ടോ? ഇല്ല. ജൂതൻ ഷിയ ഉണ്ടാക്കിയതല്ലേ വാങ്ക്. ഷിയ ഉപയോഗിക്കുന്ന വാക്കാണ് വാങ്ക്. ഇസ്ലാമിൽ അൽ അദാന് വലിയ ഇഖാമയാണ്. വാങ്ക് ഇഖാമത്തിന് വാങ്കിന് പറഞ്ഞത് അദാൻ എന്നാണ്, അദാനാണ്. അതുപോലെ നമ്മൾ സലഫികൾ എന്ന് പറയുന്നത് നമ്മളുടെ ഇതിൽ വന്നില്ലേ? വാങ്ക് ഇഖാമത്ത് പറയേണ്ടി വന്നില്ലേ? വാങ്ക് കൊടുത്തോന്നല്ലേ ചോദിക്കുള്ളൂ, അദാൻ കൊടുത്തോന്ന് ആരും ചോദിക്കില്ലല്ലോ. അത്രമാത്രം ഷിഈയ്യത്ത് നമ്മുടെ സമൂഹത്തിൽ വേരൂന്നി ആദർശപരമായി കാഴ്ചപ്പാടുകളിലൂടെ അവൻ എന്ത് ചെയ്താലും നമുക്കൊരു പ്രശ്നമല്ല. ഇസ്ലാമിന്റെ എത്ര വലിയ ശത്രുവായാലും നമുക്ക് പ്രശ്നമല്ല. അവൻ എന്ത് ചെയ്താൽ മതി? ഇസ്രായേലിനെ കയറി 2 അടി അടിച്ചാൽ മതി, ഉഷാറായി എന്ന് ചിന്തിക്കുന്നത് ആപത്താണ്. സംഗതി ശരി തന്നെ, അവനക്ക് കിട്ടേണ്ടത് കിട്ടിയിട്ടുണ്ടാകാം. പക്ഷെ ഇതിന്റെ പിന്നിൽ നാടകമുണ്ടെന്നുള്ളത് നമ്മൾ മറക്കരുത്. ഏതായാലും മുഹറം 9, 10 എന്നാണെന്ന് ഇപ്പോഴും അടി ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഈ അടിക്ക് ഒരു കുറവുമില്ലല്ലോ. ഈ അടി ഉണ്ടാക്കാൻ ഇവരിങ്ങനെ മുമ്പിൽ ഉണ്ടല്ലോ. എന്നാണ് ഏതാണെന്നുള്ളത് അടി എന്താട്ടെ. എന്നോട് ചോദിക്കും പല ആൾക്കാർ, എന്നാണ് മുഹറം നോമ്പെടുക്കേണ്ടത്? 9-നും 10-നും എടുത്തോ, അത്ര തന്നെ. അത് എന്നാണ് എനിക്കറിയില്ല, എനിക്ക് അത്രേ പറയാനുള്ളൂ. അള്ളാഹു സ്വീകരിക്കും. നമുക്കങ്ങനെ ഇതിലൊന്നുമില്ല കേട്ടോ. ഈ റമദാൻ, ഈദുൽ ഫിത്തർ, ഈദുൽ അദ്ഹ, ഈ 3 കാര്യങ്ങൾക്കാണ് നിലാവ് കാണാൻ വ്യവസ്ഥ വച്ചിട്ടുള്ളൂ. ബാക്കിയൊന്നിനും നിലാവ് കാണാൻ വ്യവസ്ഥ വെച്ചിട്ടില്ല. അത് മനസ്സിലാക്കണം. അല്ലാഹു ഖൈറിലാക്കുമാറാകട്ടെ. ഒന്നും ചോദിക്കാനില്ല. ലാസ്റ്റ് വരും അവസാന കാലഘട്ടം മുസ്ലിമുകളുടെ കയ്യിൽ. ഇതുപോലെയല്ല, ഇതൊന്നുമല്ല, ഈ കാണുന്നതല്ല കേട്ടോ യുദ്ധം. ഉണ്ടാകും, അതിപ്പോൾ ഈ കാണുന്നതല്ല. ഇതൊക്കെ ഒരു ഫിത്നയുടെ പുകമറ മാത്രമാണ്. ഇതിന്റെ അപ്പുറത്ത് മുസ്ലിം സമുദായത്തിന് ഒരു പൂർണ്ണമായ വിജയം വരും. അന്ന് കല്ലുകളും മരങ്ങളും സംസാരിക്കുമെന്ന ഹദീസുണ്ട്. അങ്ങനെ ഒരു കാലം വരാനുണ്ട്. അതിനെപ്പറ്റി അത് എന്നാണെന്ന് ജൂതനറിയാം. ഈ അഹ്ലുസുന്നയ്ക്ക് എതിരായിട്ടുള്ള 2 ടീമുകളാണ് ഇപ്പൊ നടക്കുന്നത്. ഇതിൽ ഇപ്പോൾ അഹ്ലുസുന്നയ്ക്ക് ഒരു റോളും ഇല്ല. അഹ്ലുസുന്ന ഇതിലെന്ത് ഈ യുദ്ധത്തിൽ ഭാഗവാക്കല്ല. ഇപ്പോ ആരൊഴിച്ച്? പലസ്തീനിലെ മുസ്ലിങ്ങൾ ഒഴിച്ച് അഹ്ലുസുന്നയുടെ ആളുകൾ, ഗസയിലുള്ള മുസ്ലിങ്ങൾ, ഈ പറയപ്പെട്ട ഹമാസ് ഒഴിച്ച്, അതും പലസ്തീനെ 2ആയിട്ട് വിഭജിച്ചില്ലേ? ഫത്താഹ് പാർട്ടിയുണ്ട്, അതേപോലെ ഹമാസ് പാർട്ടിയുണ്ട്. ഫത്താഹ് പാർട്ടിയാണ് ശരിയായ അഹ്ലുസുന്നയുടെ ആളുകൾ, ശരിയായ അഹ്ലുസുന്നയുടെ ആളുകൾ. അതെ, ഖാംനായി വരുന്നതിന് മുമ്പ് അവർ ഒന്നായിരുന്നു, ഒറ്റ ടീമായിരുന്നു. അപ്പൊ ഇപ്പോഴും അഹ്ലുസുന്നയെ കളത്തിൽ ഇറങ്ങിയിട്ടില്ല. അഹ്ലുസുന്ന കളത്തിൽ ഇറങ്ങണമെങ്കിൽ ഈ പറയപ്പെട്ട ജൂതനും ഷീയൊക്കെ ഒന്നായിക്കൊണ്ട് അഹ്ലുസുന്നയെ നേരിടാം. അപ്പോഴേ നമുക്ക് നേരം വെളുക്കുള്ളൂ, ആ എല്ലാവരും നമുക്കെതിരായിരുന്നു എന്ന് അപ്പോഴേ തോന്നുള്ളൂ. അപ്പോഴാണ് നമ്മുടെ ആൾക്കാർ രംഗത്തിറങ്ങുള്ളൂ. അതുവരെ ഇങ്ങനെ മൗനം പാലിക്കുക. അതാ ഹദീസിന്റെ പ്രവചനം പുലർന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണത്. ഒരു വിജയം വരാനുണ്ട്. അല്ലാഹു നമ്മളെ അതിലേക്ക്, വിജയത്തിലേക്ക് അടുപ്പിച്ചു തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.